അനുഗ്രഹീതമായ ഈ പകൽവേളയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സന്തോഷ നിർഭരമായ ഒരു അനുഭവമാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്നത്. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന സ്വർഗീയ ആനന്ദത്തിൻ്റെ വലിയൊരു അലതള്ളൽ ഇവിടെയുണ്ട്. നമ്മുടെ ആരാധനയിൽ ഉയർന്നുയർന്ന ഉയരങ്ങളിലേക്ക് പോകുകയായിരുന്നു. ഇങ്ങനൊരു അവസരം എനിക്ക് ലഭിച്ച് സന്തോഷിക്കുകയും ഇത് സ്തുതിക്കുകയും ചെയ്യുന്നു. ആദിമസഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ 4 തൂണുകളുണ്ടെന്ന് കാണാൻ കഴിയും. 4 തൂണുകൾ, 4 പില്ലേഴ്സ്. ഒന്ന് വചനമായിരുന്നു, വചനം, ദ പില്ലർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. രണ്ടാമത്തേത് വിശുദ്ധിയായിരുന്നു, ഹോളിനെസ്. മൂന്നാമത്തേത് വിശുദ്ധി, വേർപാട്. നാലാമത്തേത് നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം. അപ്പോൾ ഈ 4 കാര്യങ്ങളിലാണ് സഭ അന്ന് പണിയപ്പെട്ടത്. തിരിച്ചു പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാലുള്ള ശക്തമായ പകർച്ചയിലൂടെ സഭ സംജാതമായി. പരിശുദ്ധ നിറവിലുള്ള വചന ശുശ്രൂഷയാൽ സഭ രൂപപ്പെട്ടു. സവിശുദ്ധിയിൽ മുന്നോട്ട് പോയി ദൈവം വരെ ലോകത്തിൻ്റെ പരിഗണനയ്ക്ക് അയച്ച സഭ വ്യാപകമായി. എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് ഒരു 4 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ വീഴ്ച സംഭവിച്ചു തുടങ്ങി. നമുക്കറിയാം, കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന റോമൻ എംപറർ ക്രിസ്ത്യാനിയായി. അതുവരെ എംപറർമാർ വലിയ എതിരായിരുന്നു, സീസേഴ്സൊക്കെ എതിരായിരുന്നു. 10 പീഡയുണ്ടായി. സഭ നശിപ്പിക്കാൻ ശത്രു എല്ലാ നിലയും പരിശ്രമിച്ചു. അനേകരെ മാറ്റിയസായി. പക്ഷേ സഭ ഒരിക്കലും തകർന്നില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. തന്ത്രപരമായി പിശാച് ഈ കോൺസ്റ്റന്റൈൻ രാജാവിനെ ഇതിനെ കൊണ്ടുവന്നു. അതുപോലെ ക്രിസ്തുമതത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു. അതൊരു രാഷ്ട്രീയ മതമായിട്ട് മാറി. റോമിൻ്റെ കീഴിലുള്ള ഒരു റോമൻ ചർച്ചയായിട്ട് അത് മാറി. അങ്ങനെ ഒരു 10 നൂറ്റാണ്ട് പോയി. പിന്നെയാണ് നമുക്കറിയാം ലൂതർ വഴി ഒരു വലിയ റിഫോർമേഷൻ ഉണ്ടാകുന്നത്, നവീകരണം. നമ്മൾ പ്രൊട്ടസ്റ്റന്റുകാരെന്ന് പറയും. വചനമില്ലെന്ന് മാത്രമല്ല, പാരമ്പര്യങ്ങളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു ക്രിസ്ത്യ സമൂഹത്തിൽ വചനം നന്നായി പഠിച്ചിട്ട് രക്ഷയുടെ ആധാരം വിശ്വാസം മാത്രമാണ്, നമ്മുടെ ആധികാരികത പാരമ്പര്യമല്ല, പരിചയമല്ല, വചനമാണെന്നുള്ള ആ സത്യത്തിന് വേണ്ടി നിന്ന വ്യക്തിയായിരുന്നു മാർട്ടിൻ ലൂതർ. അങ്ങനെ 16-ാം നൂറ്റാണ്ടിൽ വലിയ ഒരു സംഭവം നടന്നു. ഇന്നത്തെ സഭയുടെ ഒരു വലിയ നവീകരണത്തിൻ്റെ തുടക്കം കുറിച്ചു. ഞാൻ പറയും, വീണുപോയ തൂണുകളിൽ 1-ാമത്തെ തൂണും മടക്കി പണിതു. അതാണ് ബാക്ക് ടു ദി വേർഡ് ഓഫ് ഗോഡ്. 4 തൂണുണ്ടായിരുന്നു, 4 വീണുപോയി. അന്ധകാരാമൃതമായ ഒരു 10 നൂറ്റാണ്ടുകൾ സഭ കടന്നുപോയി. എന്നാൽ ആ അന്ധകാരത്തിൽ നടുവിൽ നിന്ന് ഒരു വെള്ളിവെളിച്ചം പോലെ ലൂതർ എഴുന്നേറ്റു. ബാക്ക് ടു ദി വേർഡ് ഓഫ് ഗോഡ്. റോമാലേഖനം പറയുന്നത് പോലെ രക്ഷ സൗജന്യമാണ്, അത് പ്രവൃത്തി കൊണ്ടല്ല, അത് വിശ്വാസത്താലാണ്. അതിനെ ഉറപ്പിച്ചു. അത് കഴിഞ്ഞ് 17 നൂറ്റാണ്ടായപ്പോഴേക്കും കേവലം അതൊരു വിശ്വാസ പ്രമാണം മാത്രമേ മാറി. വിശ്വസിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല, എങ്ങനെ ജീവിക്കാം. അങ്ങനെ ഒരു അപകടം സംഭവിച്ചു. വചനത്തിൻ്റെ പ്രമാണം അനുസരിപ്പാൻ അങ്ങോട്ട് തയ്യാറായില്ല. വിശ്വാസം മാത്രം പോലെ അനുസരണം വേണം, ഒബീഡിയൻസ് ടു ദ ഫെയ്ത്ത്. അത് ഇല്ലാതെ വന്നപ്പോഴേക്കും ദൈവം വീണ്ടും ഇടപെട്ടു. അങ്ങനെയാണ് നമ്മുടെ ജോൺ വെസ്ലി എഴുന്നേൽക്കുന്നത്. അങ്ങനെയുള്ള അനേക ഗ്രൂപ്പുകളുണ്ടായി, ഹോളിനെസ് ഗ്രൂപ്പുകൾ, പ്യൂരിറ്റൻ ഗ്രൂപ്പുകൾ. അപ്പോൾ കേവലം വിശ്വാസം മാത്രം പോരാ, നമ്മളുടെ വചനപ്രകാരം ജീവിക്കണമെന്നുള്ള ആ ഊന്നൽ കൊടുത്തുകൊണ്ട് വിശുദ്ധിയിലേക്ക് സഭ അടങ്ങി വന്നു. അങ്ങനെ ധാരാളം മാറ്റങ്ങൾ സമൂഹത്തിൽ സംഭവിച്ചു. വിശുദ്ധിയിലേക്ക് വന്നതുകൊണ്ട് ഒത്തിരി മാറ്റങ്ങൾ സമൂഹത്തിൽ വന്നു. മദ്യശാല അടയ്ക്കാനിടയായി തീർന്നു. ഗാംബ്ലിംഗ് കുറഞ്ഞു, ദുർമാർഗങ്ങൾ കുറഞ്ഞു, ബിസിനസ്സുകൾ വർദ്ധിച്ചു. നമുക്കറിയാം, ഇംഗ്ലണ്ടിൽ ഉണ്ടായതുകൊണ്ട് അവർക്ക് വലിയ ഉയർച്ച കൊടുത്തു. ബ്രിട്ടീഷുകാരുടെ വ്യാപാരം ലോകമെല്ലാം വ്യാപിച്ചു, കോളനികളുണ്ടായി. അതേസമയം നമുക്കറിയാം, ഫ്രാൻസിൽ അവർക്ക് ദൈവവിശ്വാസം ഇല്ലായിരുന്നു, നിരീശ്വരവാദമായിരുന്നു. വോൾട്ടയർ മറ്റു എഴുതിയ പുസ്തകങ്ങൾ വായിച്ച് അവിടെ നിരീശ്വരവാദം പറഞ്ഞു. അങ്ങനെ ഫ്രഞ്ച് വിപ്ലവത്തിൽ അനേകർ കൊല്ലപ്പെട്ടു. എന്നാൽ ബ്രിട്ടീഷുകാർ ദൈവം അനുഗ്രഹിച്ചു. അപ്പം വിശുദ്ധിയിലേക്ക് വന്നപ്പോൾ വലിയ മാറ്റം സമൂഹത്തിൽ സംഭവിച്ചു. നമുക്കറിയാം, ബ്രിട്ടീഷിലെ പിതാക്കന്മാരുടെ പ്രാർത്ഥന കൊണ്ടാണ് അവരെ അമേരിക്ക കണ്ടുപിടിച്ചതും അവരുടെ വർധനമുണ്ടായതും. ഇനിയും 3-ാമത്തെ, അപ്പം 2-ാമത്തെ തിരിച്ചു വന്നു. അതാണ് വിശുദ്ധി, ബാക്ക് ടു ഹോളിനെസ്. എല്ലാത്തിനും ഒരു മറുവശമുണ്ട്. ആ ഹോളിനെസ് കൂടി പിന്നെ ഹോളിനെസ് ഗ്രൂപ്പായി മാറി.
മൊണാസ്ട്രികളായി. ഞങ്ങൾ വി ആർ ഹോളിയർ ദാൻ ദൗ, ഞങ്ങൾ വിശുദ്ധന്മാരെ, നിങ്ങൾ പാപികൾ. അപ്പം ലോകത്ത് നിന്ന് വേർപെട്ട് ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യാൻ തുടങ്ങി. അതായത് സന്യാസ മഠങ്ങളുണ്ടാക്കി, പിന്നെ അനേക കാര്യങ്ങളിൽ അവരെ ഒഴിഞ്ഞിക്കാൻ ശ്രമിച്ചു. വിവാഹം വേണ്ടെന്ന് വെക്കുന്നു, പല ആഹാരങ്ങൾ വെടിയുന്നു. അങ്ങനെ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു മതമായിട്ട് അത് മാറാൻ തുടങ്ങി. ദൈവം ഇടപെട്ടു. ദൈവാത്മാവ് പറഞ്ഞു, ഇതുപോലെ നിങ്ങൾ ലോകത്തിലേക്ക് പോയി എൻ്റെ സാക്ഷികൾ ആകണം. മിഷനിലേക്ക് വരുന്നു. ഒന്ന്, ബാക്ക് ടു ദ വേൾഡ്. രണ്ട്, ബാക്ക് ടു ഹോളിനെസ്. മൂന്നാമത്, ബാക്ക് ടു മിഷൻ. നമുക്കറിയാം 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്കയിലേക്ക് പോകുന്നു. ഇരുളഞ്ഞ ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലേക്ക് പോയി ആ മനുഷ്യൻ ജീവിതം വളരെ ബലി കഴിച്ചു. അദ്ദേഹത്തിൻ്റെ മാംസമൊക്കെ മൃഗങ്ങൾ കടിച്ചു പറിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനഫലമായിട്ടാണ് ഇന്ന് ആഫ്രിക്കയിൽ കോടാനുകോടികൾ ഇന്നും കർത്താവരായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ വേണ്ടി പ്രശസ്തമായ വെസ്റ്റ് മിഷൻ ആബിയിൽ അടക്കാൻ വേണ്ടി ബ്രിട്ടീഷ് രാജ്യം കൽപ്പിച്ചപ്പോൾ അവർ വിട്ടുകൊടുത്തില്ലെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ പിതാവായ ഇദ്ദേഹത്തിൻ്റെ ശരീരം വിട്ടുകൊടുക്കില്ല. അവർ പറഞ്ഞു, ഇത് ബ്രിട്ടീഷ് രാജ്യം കൽപ്പനയാണ്, തല പോകുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഹാർട്ട് എടുത്തെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഹാർട്ട് കൊടുത്തയച്ചില്ല. അത്രമാത്രം ശക്തനായി പ്രവർത്തിച്ച ആളായിരുന്നു ഡേവിഡ് ലിവിങ്സ്റ്റൺ. വില്യം കേരി ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയുടെ എല്ലാ അനുഗ്രഹത്തിൻ്റെയും കാരണഭൂതൻ വില്യം കേരിയാണ്. ചൈനയിലേക്ക് ഹഡ്സൺ ടേലർ പോകുന്നു. അങ്ങനെ എല്ലാ ഇടങ്ങളിലേക്കും മിഷന്മാർ പോകുന്ന കാലഘട്ടമായിരുന്നു 19ാം നൂറ്റാണ്ട്. ഒരു വലിയ മിഷൻ്റെ ഒരു വലിയ ഒഴുക്കിൻ്റെ കാലമായി. മൂന്നാമത്തെ തൂൺ മടങ്ങി വന്നു. ബാക്ക് ടു മിഷൻ, ദൗത്യത്തിലേക്ക് മടങ്ങി വന്നു. പിന്നെ കുഴപ്പമായി ദൗത്യം വന്ന് മിഷൻസായി. തിരുവിതാംകൂറിൽ CMS മിഷനുകാർ വന്നു. ട്രിവാൻഡ്രം ഭാഗത്ത് LMS വന്നു. ഞങ്ങളുടെ കാസർഗോഡൊക്കെ ബാസൽ മിഷൻ വന്നു. ജർമ്മൻ മിഷനാണത്. ഇവിടെ പണ്ട് പാരമ്പര്യമായ ക്രൈസ്തവരുള്ളത് കൊണ്ട് പഴയ ക്രൈസ്തവയിൽ ചലനമുണ്ടായി അല്ലേ. പുരാതന ഓർത്തഡോക്സ് സഭയിൽ നിന്ന് മർത്തോമ സഭ ഉണ്ടായി, ഒരു ഉണർവുണ്ടായി. പക്ഷേ മാറ്റമൊന്നും വന്നിട്ടില്ല. കാര്യമായിട്ട് ഭാഗ്യമായി മാറ്റമില്ല, എങ്കിലും ഉണർവുണ്ടായി. പിന്നെ അങ്ങനെ അനേക മിഷന്മാർ വന്നതുകൊണ്ട് സഭകൾ ഒത്തിരി രൂപപ്പെട്ടു. അങ്ങനെ ഈ തിരുവിതാംകൂറിൽ ബൈബിള് വന്നു. ബെഞ്ചമിൻ ബെയ്ലി ആദ്യമായിട്ട് പ്രസ് ഉണ്ടാക്കി ബൈബിൾ പ്രിന്റ് ചെയ്തു. അങ്ങനെ ഒരു വലിയ മാറ്റം കേരളത്തിൽ സംഭവിച്ചു. അതുപോലെ തന്നെ തെക്കൻ ഭാഗത്ത് ലണ്ടൻ മിഷണറിമാരെ അനേക ആളുകളെ ക്രിസ്തുവിലേക്ക് നയിച്ചു. നമ്മൾ ലാറ്റിൻകാരെന്നൊക്കെ പറയാറുണ്ട് അവരെക്കുറിച്ച്. അപ്പം അങ്ങനെ ഒരു വലിയ മാറ്റം അവിടെ സംഭവിച്ചു. എന്നാൽ ഈ വടക്കൻ ഭാഗത്ത് വന്നപ്പോൾ അവിടെ യാതൊരു പിടിച്ച സ്ഥലമാണ് ഈ വടക്കൻ ഭാഗം. നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്ന വലിയൊരു ഭരണാധികാരി, അവനൊരു പട്ടാള മേധാവിയായിരുന്നു. അധികാരം കൈയാളി അവന് നേതാവായി. അവൻ രാജ്യങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി വെല്ലുവിളി മുഴക്കി. ഇപ്പോൾ ജർമ്മനിയിലെയും മറ്റുമുള്ള പാവപ്പെട്ട നിയമക്കൾ അവരെ പ്രത്യേകിച്ച് ബാസൽ എന്ന സ്ഥലത്ത് കൂടിയിട്ട് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, ഇവൻ ഞങ്ങളെ കീഴടക്കിയാൽ ഞങ്ങളെ എല്ലാം നഷ്ടപ്പെട്ടു പോകും. അതിഭീകരനായിരിക്കുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ആക്രമണത്തെ ചെറുക്കുവാൻ അവർക്ക് ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ശക്തമായി പ്രാർത്ഥിച്ചു, കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. കർത്താവെ, അവനെ കീഴടക്കിയാൽ ഞങ്ങൾ ലോകത്തെവിടെയും പോയി മിഷൻ വേല ചെയ്യാം. അങ്ങനെ വാട്ടർലൂവിൽ വെച്ച് നെപ്പോളിയൻ ബോണപ്പാർട്ട് മുട്ടുമടങ്ങി. ഇത് ഹിസ്റ്ററിയാണിത്. ആ നിയമക്കളെല്ലാം കൂടി മടങ്ങി വന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ അയക്കണമേ ഞങ്ങളെ. അങ്ങനെ ഒരു ടീം മലബാർ എന്ന കപ്പലിൽ കോഴിക്കോട് വന്നു. അതാണ് ബാസൽ മിഷൻ എന്ന് പറയുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം വായിക്കും. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. യെശയ്യാവിൻ്റെ പുസ്തകം ബൈബിളിലെ പഴയ നിയമത്തിലെ ഏറ്റവും വലിയൊരു പ്രവാചകൻ്റെ ഗ്രന്ഥമാണ്. വലിയ പ്രവാചകനാണ് യെശയ്യാവ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള 65 പ്രവചനങ്ങളാണ് പുതിയ നിയമത്തിൽ കോട്ട് ചെയ്തിരിക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം നിറച്ചു നിൽക്കുന്നത് യേശുക്രിസ്തുവാണ്. അപ്പോൾ ഈ കെട്ടാനുഭവം ആഴ്ച എന്ന് ഓർക്കണം, ഈ സംഭവങ്ങളൊക്കെ
യെശയ്യാവ് ആത്മാവിൽ കണ്ടതാ, എഴുതി വെച്ചതാ. ക്രിസ്തുവിനെ അവരുടെ 800 വർഷം മുമ്പ് ഈ പ്രവാചക വരേണ്യൻ ആത്മാവിൽ ഇതെല്ലാം കണ്ട് എഴുതി വെച്ചിരുന്നു. അതെല്ലാം ഒന്നൊന്നായി പുതിയ നിയമത്തിൽ നിവൃത്തിയായി. അപ്പം ചിലർ പറയാറുണ്ട് ബൈബിളിനകത്തൊരു ബൈബിളാണ് യെശയ്യാവ്. ഐസയ ഈസ് ദി ബൈബിൾ ഇൻ ദ ബൈബിൾ. കാരണം ഇതിനകത്ത് ക്രിസ്തു ഉണ്ട്. രണ്ടാമത് ഇതിനകത്ത് 66 അധ്യായമുണ്ട്. ബൈബിളിന് എത്ര ഉണ്ട് പുസ്തകം? അപ്പോൾ 66 പുസ്തകമുള്ള ബൈബിൾ, ഇത് 66 അധ്യായമുള്ളൊരു കൊച്ചു ബൈബിളാണ്. മറ്റൊരു കാര്യം, 39-ാം അധ്യായം 39 അധ്യായം മുതൽ 40 അധ്യായം മുതൽ വായിക്കുമ്പോൾ വേറൊരു വിഷയമാണ് പറഞ്ഞിരിക്കുന്നത്. ബൈബിളിലാണെങ്കിൽ പഴയ നിയമം അവസാനിക്കുന്നത് ഏത് പുസ്തകത്തിലാണ്? 39-ലാണ് അല്ലേ? 40 ആരംഭിക്കുന്നത് പുതിയ നിയമമാണ്. അപ്പോൾ ഈ പുസ്തകം പഠിക്കുമ്പോൾ 40 അധ്യായം വരുമ്പോഴേക്കും സംഗതി മാറുന്നുണ്ട്. എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കും, കംഫർട്ട് മൈ പീപ്പിൾ. അപ്പോൾ അതുപോലെ വളരെയധികം വിനാശകരമായ ദോഷമായ പലതും പ്രവചിച്ച ആ പ്രവാചകൻ പറഞ്ഞു ഇനി ജനത്തെ ആശ്വസിപ്പിക്കുവാനായിട്ട്. അങ്ങനെ നമുക്കറിയാം 40-ാം അധ്യായം ഇങ്ങനെ പറഞ്ഞു വന്നാണ് യേശു ക്രിസ്തുവിൻ്റെ കുരിശ് എന്നൊക്കെ പറയുന്നത്. ഞാൻ ആ ഭാഗം പഴയ നിയമവും പുതിയ നിയമവും ഒരുമിച്ച് കൊണ്ട പുസ്തകങ്ങളാണ്. ഒരു ഭക്തൻ പറഞ്ഞു ദ ഹോൾ ബൈബിൾ മേക്സ് എ ഹോൾ ക്രിസ്ത്യൻ. വേദപുസ്തകം ഒരു ക്രിസ്ത്യാനിയെ രൂപപ്പെടുത്തുന്നു. ഒരുമിച്ച് പഠിക്കണം. കാരണം ഓൾഡ് ടെസ്റ്റമെന്റ് കണ്ടെയ്ൻസ് ദ ന്യൂ ടെസ്റ്റമെന്റ്, ന്യൂ ടെസ്റ്റമെന്റ് എക്സ്പ്ലെയിൻസ് ദി ഓൾഡ് ടെസ്റ്റമെന്റ്. പഴയ നിയമത്തിനകത്ത് പുതിയ നിയമമുണ്ട്, പുതിയ നിയമം പഴയ നിയമത്തെ വിശദമാക്കുന്നു. അപ്പോൾ ഒന്നിച്ച് പഠിക്കുന്നത് വളരെ മനോഹരമാണ്. യേശു ക്രിസ്തുവിൻ്റെ അവസാന സമയത്ത് യേശു പറഞ്ഞു ശിഷ്യന്മാരോട് മോശയുടെ പുസ്തകത്തിലും സങ്കീർത്തനത്തിലും പ്രവചന പുസ്തകം എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നിവൃത്തിയാകണം. അപ്പോൾ ഇത് മൂന്നും പഴയ നിയമത്തിലെ തോറയും അതുപോലെ സബൂറും മുസ്ലിം പറഞ്ഞതനുസരിച്ച് അതിനകത്തൊക്കെ പ്രൊഫറ്റ് ബുക്കിലൊക്കെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. ഞാൻ മുന്നോട്ട് വരുന്നു. ഇവിടെ വായിച്ചത് മനോഹരമായിരിക്കുന്ന ഒരു പ്രവചന വാക്യമാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഒരു പ്രവാചക ശബ്ദമാണ് നാം വായിച്ചു കേട്ടത്. 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം ഒന്നുകൂടെ വായിക്കാമോ? അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. മതി. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ചുള്ള 1-ാമത്തെ പ്രവചനമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതിന് മുമ്പ് ഞാൻ നിങ്ങൾ ചേർന്ന് വരുന്നെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാമോ? നമുക്ക് ഒരുമിച്ച് ഉപവാസത്തോടുകൂടി തന്നെ നമുക്ക് വചനം ധ്യാനിക്കുകയും ചെയ്യാം, നമുക്ക് ആരാധിക്കുകയും ദൈവശബ്ദം കേൾക്കുകയും ചെയ്യാം. 1-ാം അധ്യായത്തിലെ നമുക്കറിയാവുന്ന ഭാഗമാണ്. ഇത് ആരംഭിക്കുന്നത് 1-ൽ 2-ാം വാക്യം ഒന്ന് വായിച്ച്. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. അയ്യോ എന്ന് പറഞ്ഞ് ദൈവം ആത്മകഥം ചെയ്യുന്ന ഒരു ദയനീയമായ ചിത്രമാണ് ഇവിടെ കാണുന്നത്. അനേക പ്രവാചകന്മാരെ അയച്ച്, അനേക രാജാക്കന്മാരെ അയച്ച്, അനേക ദേവാസന്മാരെ അയച്ചൊക്കെ ഇടപെട്ടിട്ടും അതൊന്നും കേൾക്കാതെ നാശത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു സമൂഹത്തെ കണ്ടുകൊണ്ട് നിലവിളിക്കുന്ന ഒരു സ്വർഗീയ പിതാവ്. ആദം മുതൽ ഇങ്ങനെ വീഴ്ച പറ്റിയ മനുഷ്യനെ ഉദ്ധരിപ്പാൻ ദൈവം ശ്രമിക്കുക. ആദം വീണുപോയി, ഒരു ഹാബേൽ മുന്നോട്ട് വന്നു, കയ്യിൻ വീണുപോയി. പിന്നെ ഒരു ശേത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നു, എനോസിനെ കൊണ്ടുവരുന്നു. ഇപ്പോഴത്തെ പാരലായിട്ട് കയ്യിൻ്റെ തലമുറ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു ഹാനോക്ക് വരുന്നു, ഇപ്പുറത്തൊരു ലാമേക്ക് വരുന്നു. അപ്പോൾ കയ്യിൻ്റെ വംശപരമ്പര ഇങ്ങനെ പറഞ്ഞ് ലാമേക്കിൽ വന്ന് 7 തലമുറയായി. പിന്നെ ജീനിയോളജി ഇല്ല, അവസാനിപ്പിച്ചു. ദൈവം തീരുമാനിച്ചു ഇനി എനിക്ക് ഇവനിൽ താല്പര്യമില്ല. ആ തലമുറയിൽ ജീവിച്ച ആരായിരുന്നു? ഹാനോക്ക്. ഒരു വശത്ത് ലാമേക്കും മറുവശത്ത് ഹാനോക്കും. ഹാനോക്ക് ദൈവത്തോട് നടന്നു. ലാമേക്ക് പറയുന്നു, ഭാര്യമാരെ ഞാൻ കൊല്ലും, ഞാൻ പ്രതികാരം ചെയ്യും. അപ്പോൾ 2 ജനറേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ദൈവത്തെ അനുസരിക്കാത്ത തലമുറ, കൊലയും കൊള്ളിവെപ്പും തിന്മയും നിറഞ്ഞ തലമുറ. അപ്പുറത്തെ മക്കളൊക്കെ വലിയ വലിയ വ്യവസായികളാണ്, കലാ സാഹിത്യം സംസ്കാരം അതുപോലെ തന്നെ വ്യവസായങ്ങൾ നിർമ്മാണ പദ്ധതിൻ്റെ എല്ലാം തുടക്കം കുറിച്ച് അവൻ്റെ മക്കളാണ്. ലോക നാഗരികതയുടെ തലതൊട്ടപ്പന്മാരായിരിക്കുന്ന മക്കളുള്ള ആ വലിയ മനുഷ്യൻ കാൽമേൽ കാൽ വെച്ച് പറയുകയാണ്, എടി ഭാര്യമാരെ ആരെനിക്കതിൽ നിൽക്കാൻ പറ്റും, ഞാൻ കൊല്ലും, ഞാൻ പ്രതികാരം ചെയ്യും. അങ്ങനത്തെ തലമുറയാണ്. ദൈവം എഴുതി വെച്ചു ഇനിയും ഇവൻ്റെ തലമുറയില്ല. ആ അപ്പുറത്ത് ഹാനോക്ക് എന്നൊരു മനുഷ്യൻ 300 വർഷം ദൈവത്തിൻ്റെ കൂടെ നടന്നു. ദൈവം സംസാരിച്ചു. യൂദ പറയുന്നത് ഹാനോക്ക് 7-ാമനായ ഹാനോക്ക് പ്രവചിച്ചു, നമ്മുടെ കർത്താവ് വിധിപ്പാൻ വേണ്ടി വീണ്ടും വരാൻ പോകുന്നു. ഭക്തികെട്ടവരെ നശിപ്പിക്കാൻ നമ്മുടെ കർത്താവ് 1000 വരാൻ പോവുകയാണ്. അവനെല്ലാം വെളിപ്പെടുത്തി കൊടുത്തു. അത് മാത്രമല്ല
ഇനിയും ഒരു 3 തലമുറ കഴിഞ്ഞാൽ 10ാം തലമുറയിൽ ലോകത്തെ നശിപ്പിക്കുന്ന കാര്യം ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു. ആ കാര്യം കൂടെ ഹാനോക്കിനെ ദൈവം അറിയിച്ചു. ഡെയിലി ഇങ്ങനെ നടന്നു പോകുമ്പോൾ സംസാരിക്കും, എല്ലാം രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തു. അബ്രഹാമിനോട് പറഞ്ഞതുപോലെ, അബ്രഹാമേ, ഞാൻ നിന്റെ സ്നേഹിതനല്ലയോ, നീ എൻ്റെ മകനായി തീർന്നവനല്ലയോ, എനിക്ക് വല്ല മറിച്ചു വെക്കാൻ പറ്റുമോ? നിന്റെ സന്തതി വലിയ ആദിയാണതല്ലേ? സ്വതമിലേക്ക് പോകുന്ന കണ്ടോ, നശിപ്പിക്കാൻ പോവുക. അവൻ അറിയിക്കാൻ ചെയ്യത്തില്ല. അപ്പോൾ ഹാനോക്ക് പറഞ്ഞു, മോനെ, നിന്റെ ഈ തലമുറ കഴിഞ്ഞ് ഇനി എത്രയുണ്ട് തലമുറ? 3. 10ാം തലമുറ നശിപ്പിക്കാൻ പോവുക. അപ്പോൾ അവന് ദൈവത്തോട് നടക്കുന്ന സമയത്ത് തുടങ്ങി ആ 65ാമത്തെ വയസ്സ് ജനിച്ച മകനാണ് മെഥൂശലഹ്. ആ മോൻ ജനിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഹാനോക്കെ, ഈ മോൻ മരിക്കുന്നത് വരെ ഈ ഭൂമിയിൽ മനുഷ്യരുണ്ടാകത്തുള്ളൂ. എന്താ പേരിൻ്റെ അർത്ഥം? മെഥൂശലഹിൻ്റെ അർത്ഥം എന്നറിയാമോ? ഇവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. ദൈവം പറഞ്ഞു കൊടുത്തു, ഇനിയും ഈ ഭൂമിയിൽ ആയുസില്ല, നിന്റെ മകൻ എന്ന് മരിക്കുമോ അന്ന് ഇവിടെ ഞാൻ വെള്ളപ്പൊക്കം നശിപ്പിക്കാൻ പോവുകയാണ്. ഇനി കാലം ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പം മോന് പേരിട്ട് പറഞ്ഞു, മോനെ, നിന്റെ പേരിൻ്റെ അർത്ഥം നിന്നോട് അവസാനിക്കാൻ പോവുകയാണ്. അപ്പുറത്തവനെ അറിയില്ല. അവൻ അഹങ്കരിച്ച് പണിതുയർത്തുന്നു, കെട്ടിപ്പടുക്കുന്നു, സംസ്കാരത്തിൻ്റെ അങ്ങ് പരമാവധിയിലേക്ക് എത്തുന്നു. പക്ഷേ നാശത്തിലേക്ക് ഉപ്പുകയാണ്. നോഹയുടെ കാലം വന്നപ്പോൾ നമുക്കറിയാൻ വെള്ളപ്പൊക്കം വരുന്നു. നോഹ നീതിമാനായി കാണപ്പെടുന്നു. അവൻ നിഷ്കളങ്കനായിരുന്നു. അവൻ എവിടെ കൂടെ നടന്നു. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ദൈവം പറഞ്ഞു, ഇനിയും മനുഷ്യൻ്റെ ആയുസ് 100 എന്ന് പറഞ്ഞാൽ ആയുസല്ല, ഇനി 120 കൊല്ലം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. ഇന്ന് മുതൽ 120 കൊല്ലം കഴിയുമ്പോൾ ഞാൻ ഭൂമിയെ നശിപ്പിക്കും. നോഹയ്ക്ക് 400 വയസ്സുണ്ട്. ഓർക്കണം, വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് മെഥൂശലഹിന് 969 വയസ്സ്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നോഹയ്ക്ക് 500ാം വയസ്സിൽ മക്കളുണ്ടായി. അതിൻ്റെ അർത്ഥം ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ നോഹയുടെ മക്കൾ 3 പേർക്ക് എത്ര വയസ്സുണ്ടാകും? 100 വയസ്സ്. അങ്ങനെയെങ്കിൽ 100 വർഷക്കാലം മുഴുവനും ഈ വലിയ അപ്പച്ചൻ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ പറഞ്ഞു കൊടുത്ത മക്കളെ, ഞാൻ മരിക്കുമ്പം നശിക്കാൻ പോവുക. ഒറ്റ കാര്യമുള്ള മാർഗം എന്താണ്? ഈ പട്ടകത്തിൽ കയറിക്കണം. നോഹയുടെ മാത്രം സാക്ഷ്യമല്ല, വലിയ അപ്പച്ചൻ, എൻ്റെ അപ്പച്ചൻ നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഹാനോക്ക് അദ്ദേഹം നടന്നു പോയ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മോനാണ് ഞാൻ. നിങ്ങൾ അവൻ്റെ സന്തതികളാണ്. അതുകൊണ്ട് ഞാൻ മരിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ട് നോഹയും കുടുംബവും തൻ്റെ കുഞ്ഞുങ്ങളും എല്ലാം പെട്ടകത്തിൽ കയറി. അങ്ങനെ ആ ഒരു സമൂഹം മുഴുവനും നശിച്ചു പോയി. ഞാൻ ഹിസ്റ്ററി പറഞ്ഞു വരികയാണ്. മാനവരാശിത്വം പഠിക്കുമ്പോൾ മറ്റേ തലമുറ ഭൂമി അകൃത്യം പെരുകി, ദൈവത്തിന് ദുഃഖമായി, അനുതാപമായി. ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ച് ബോധിച്ചു പോലെ ജീവിക്കുന്ന തലമുറ മല്ലന്മാരുണ്ടായി. ഒതുക്കാനാവാത്ത ഭീകരന്മാർ, സമൂഹത്തിലെ പേടിസ്വപ്നമാകുന്ന വലിയ തീവ്രവാദികൾ, വല്ലാത്ത കാര്യങ്ങൾ പോകുന്നു. ഇമ്മോറാലിറ്റി ബോധിച്ച് പോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടം ദൈവം നശിപ്പിച്ച് കളഞ്ഞു. ഒരു ജനറേഷൻ വന്നു. നോഹയുടെ കുടുംബം 3 പേരെ ഭൂമിയിലുള്ളൂ. 3 കുടുംബങ്ങൾ, ഷേം, ഹാം, ആഫേത്ത്. അവരെ ഭൂമിയിൽ വന്നിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കുന്നു. ആദവരോട് അതേ അനുഗ്രഹങ്ങളാണ്. നീ ഭൂമിയിൽ വർത്തിച്ച് പെരുകി നിറഞ്ഞോണം. നിങ്ങൾ കഴിക്കാൻ നോൺ വെജ് കൂടെ കഴിക്കുക, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിമാണ്. പക്ഷേ സംഭവം പഠിക്കണം. ഉൽപ്പത്തി 11 വായിക്കുമ്പോൾ സംഭവിച്ചത് അവനും തദൈവയായി. ഷേമിൻ്റെ വംശപാരമ്പര്യപ്പെട്ട അബ്രഹാം ഒഴികെ എല്ലാവരും ബോധിച്ചു പോലെ ജീവിക്കാൻ തുടങ്ങി. ഇനി വെള്ളപ്പൊക്കമല്ല, വല്ല എന്ത് വന്നാലും ഞങ്ങൾ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വലിയ ഗോപുരം പണി ശ്രമിക്കുന്നു. ചിതറിപ്പോകാതെ വണ്ണം അവർ വലിയ പേരുണ്ടാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവിടെ നിന്നുകൊണ്ടാണ് ഒരുത്തൻ ഇറങ്ങിപ്പോകുന്നത്. ആരാണത്? അബ്രഹാം. ശ്രദ്ധിക്കണേ. അപ്പോൾ ഉൽപ്പത്തി 11-ാം അധ്യായത്തിൽ ഒരു മനുഷ്യൻ ആകാശം വരെ പൊങ്ങുന്ന വലിയ നാഗരികതയുള്ള ഒരു നാട്ടിൽ നിന്ന് എവിടേക്കെന്നറിയാതെ പുറപ്പെടുന്നൊരു മനുഷ്യൻ. അവൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രം, തേജോമാന ദൈവം എനിക്ക് പ്രത്യക്ഷനായി, അവനെന്നെ വിളിച്ചു, ഞാൻ അവനെ പോവുകയാണ്. അപ്പം നോക്കണേ, ഞാൻ പഠിച്ചു വന്നൊരു കാര്യം, അതായത് ആദം മുതൽ 10ാമനായിരിക്കുന്ന നോഹയുടെ 10ാം തലമുറക്കാനായിരുന്നു അബ്രഹാം. 10. നമുക്കറിയാം, ലോകത്തിലെ മക്കളെ കുറിച്ച് പറയുന്നുണ്ട്, 10ാം തലമുറക്കാർക്ക് പോലും ദൈവത്തിൽ പ്രവേശനമില്ല, അമ്മോന്യർക്കും മോവാബ്യർക്കും. അപ്പോൾ നമുക്ക് 10 തലമുറ ആയപ്പോഴേക്കും അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. അബ്രഹാമിൻ്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ തിരഞ്ഞെടുത്ത അബ്രഹാമിൻ്റെ മക്കളെ ഒരു രാഷ്ട്രമാക്കി, അവരെ തന്നെ ജനമാക്കി, അവർ കനാൻ ദേശം കൊടുത്തു. അവിടെ പാർത്ത് അവരും വഴിപറ്റിപ്പോയി. എങ്ങനെ ദൈവത്തിൻ്റെ പ്ലാൻ തയ്യാറാക്കാൻ പറ്റും? ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെ പൂർത്തീകരിക്കപ്പെടും. അബ്രഹാമിൻ്റെ മകനിലൂടെയാണ് മശിയ വരേണ്ടത്. മശിയയുടെ വേണം ലോകമെല്ലാം അനുഗ്രഹിക്കപ്പെടേണ്ടത്. അപ്പോൾ വീണ്ടെടുപ്പുകാരൻ വരണം, മശിയ വരണം, ദൈവരാജ്യം സ്ഥാപിതമാകണം. നമ്മുടെ വഴി ജനതയാണ്. അവരെല്ലാം തെറ്റിപ്പോകുന്നു. ഫോളോ ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ഇത് 3 ദിവസമൊന്നുമല്ല,
ഇതൊരു പഠനം കൂടിയാണ്. ഉളവിലേക്ക് വന്നോളൂ, വചനം ക്രിയ ഉളവിലേക്ക് വന്നോളൂ കേട്ടോ. വചനത്തിൽ തീ കത്തിക്കഴിഞ്ഞാണല്ലോ നല്ലതായിരിക്കും. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഭൂമിയിൽ വാഴുവാനായി രാജകീയ അഭിഷേകം കൊടുത്ത് ഭൂമിയിലാക്കപ്പെട്ട ആദാമ്യ വർഗം തെറ്റിപ്പോയപ്പോൾ രണ്ടാമത് നോഹയെ വിളിച്ചിട്ട് അവന് വീണ്ടും അഭിഷേകം ചെയ്ത് അനുഗ്രഹം കൊടുത്തു വിട്ടു. ആ തലമുറയും പാളിപ്പോയപ്പോൾ അബ്രഹാമിനെ വിളിച്ചു. അവൻ്റെ മക്കളെ അപ്പോൾ പറഞ്ഞു, നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാ, പ്രമാണം കൊടുത്തു. ഇപ്പൊ യെശയ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് ദൈവം കിടന്ന് നിലവിളിക്കുക, ആദാമേ നീ എവിടെയാടാ? പ്ലാനെല്ലാം പാളിപ്പോയി. കയ്യിനെ നീ എന്തിനാ കോപിക്കുന്നത്? പാപം കിടക്കുന്നതാ, എന്തിനാ മുഖം പാടുന്നത്? അവൻ പോയി. നോഹയുടെ കാലത്ത് എല്ലാവരും പോയി. അബ്രഹാമിന്റെ കാലത്ത് എല്ലാവരും വേറെ വലിയ പണിയിലേക്ക് പോയി. ദൈവത്തിന്റെ പ്ലാൻ വേണ്ട. ജാതിയും കുലങ്ങളും ഭാഷകളും ഉണ്ടായി. അബ്രഹാമിന്റെ മക്കൾ വന്നപ്പോൾ ഈ ജനത എന്തെല്ലാം അനുഭവിച്ചെന്നറിയാം. അവരെ വിടുവിക്കപ്പെട്ടവരാണ്, പരിരക്ഷിക്കപ്പെട്ടവരാണ്, അനുഗ്രഹം പ്രാപിച്ചവരാണ്. അവർ കനാനിൽ വന്ന് പാർക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്. പക്ഷേ അവർ ദൈവത്തെ വിട്ട് മാറിക്കളഞ്ഞു. വലിയൊരു രാജ്യമായിരുന്നു ഇസ്രായേൽ. അതിൽ രണ്ടായി പിരിഞ്ഞു. ഇസ്രായേൽ എന്നും പറഞ്ഞൊരു രാജ്യം, പിന്നെ ബാക്കി യഹൂദ. ചെറിയ ഒരു പോർഷനേ ഉള്ളൂ യഹൂദിയ. അതിനകത്ത് കുറച്ച് രാജാക്കന്മാരുണ്ട്. മറ്റേവരെല്ലാം കാര്യം ഇനി പറയാൻ പോകുന്നുണ്ട്, ഞാൻ പറഞ്ഞുവിടാം. ഒരു വലിയ അസ്സീരിയൻ സാമ്രാജ്യം വരാൻ പോവുകയാണ്. ലോകൈക സാമ്രാജ്യമായ ഒന്നാമത്തേത് ബാബിലോൺ അല്ല, അസ്സീരിയാണ്. അശൂർ എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ ഒന്നാമത്തെ വേൾഡ് വൈഡ് എംപയറാണ്. അവരിങ്ങനെ രാജ്യങ്ങൾ പിടിച്ച് വന്ന് ഇസ്രായേലിനെ കീഴടക്കിയിട്ട് അവരവിടെ ആൾക്കാരെ പാർപ്പിച്ചു. അങ്ങനെ ഇസ്രായേലിലും ഈ അസ്സീരിയൻ ഇടകലർന്ന് സമ്മിശ്ര വിവാഹമായി. വിശുദ്ധി വേറെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഉണ്ടായ കൂട്ടമാണ് അതിൽ ശമരിയർ, ഒരു സമ്മിശ്ര ജാതി. അവരോട് സമ്പർക്കമല്ല യഹൂദന്മാർക്ക്. അങ്ങനെ വെല്ലുവിളിച്ച് വരുന്ന ഈ വലിയ ലൗകിക ശക്തിയായ ഈ അസ്സീരിയൻ സൈന്യം വന്ന അവസാനം യഹൂദിയിലേക്ക് വരുന്ന രംഗം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലില്ല. ശ്രദ്ധിക്കണമേ, പാപം നിറഞ്ഞ ലോകത്തിൽ ദൈവത്തിന് ജനതയ്ക്ക് വേണ്ടി ദൈവം കൊതിക്കുക. നാശത്തിലേക്ക് പോകുന്ന ഈ ലോകത്തിൽ നിന്ന് ഒരു കൂട്ടത്തെ ദൈവം കണ്ടുകൊണ്ടിരിക്കുക. നമ്മളിന്ന് പകൽക്കാലം ഓർക്കണം, നമ്മുടെ ചുറ്റുപാടിലുള്ള ആളുകൾ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ മുഴുകി ലോകത്തിൻ്റെ മായയിൽപ്പെട്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം പ്രത്യേക ജനതയാണ്. കർത്താവിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അന്ധകാലത്ത് വിളിക്കപ്പെട്ട് അവൻ്റെ അത്ഭുതത്തിൽ വന്നവരാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഒരു മനോഹരമായൊരു ഭാവി ഒരുക്കിയിട്ടുണ്ട്. നാം വെറുതെ ഇവിടെ ഇരിക്കുന്നവരല്ല. അബ്രഹാം വായിക്കും, അബ്രഹാം ദൈവശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങൾ കാത്തിരുന്നു. God himself was the architect and the builder of that city. മനുഷ്യനുണ്ടാക്കിയത് കണ്ടു. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സമുച്ചയം, ആകാശമെത്തുന്നൊരു ഒരു ബിൽഡിംഗ്, ലോകത്തിൽ എല്ലാവരും ഉൾക്കൊള്ളാൻ കഴിയുന്ന ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ആ നാഗരികതയിൽ നിന്നാണ് ഇവൻ ഓടിപ്പോകുന്നത്. പക്ഷെ അവൻ ഉറപ്പുണ്ട്, അതിനേക്കാൾ ബലമേറിയ ദൈവം തന്നെ നിർമ്മിച്ച നഗരം ഒരുക്കിക്കൊണ്ടിരിക്കുക. എബ്രാഹിം മനോഹരം. അമ്മോനെ ഇസ്ഹാക്ക് യാക്കോബേ. ഇസ്ഹാക്കിന് 75 വയസ്സുണ്ട് ഇപ്പം, പറയാൻ മരിക്കുമ്പം. യാക്കോബിന് 15 വയസ്സ്. 100-ാം വയസ്സിലാണ് ഇസ്ഹാക്ക് ജനിച്ചത്. ഇസ്ഹാക്കിൻ്റെ 60-ാം വയസ്സിലാണ് യാക്കോബ് ജനിക്കുന്നത്. അപ്പം വല്യപ്പച്ചനായ 175 വയസ്സുള്ള അബ്രഹാമും പിന്നെ 75 വയസ്സുള്ള ഇസ്ഹാക്കും 15 വയസ്സുള്ള അവർ കൂടാങ്ങളിൽ പാർത്തു. പപ്പയ്ക്ക് അനുഗ്രഹമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ദൈവം പറഞ്ഞില്ലേ ഈ ലോകമൊക്കെ തരാമെന്ന്. അപ്പോൾ ഭയങ്കര യോദ്ധാവായിരുന്നു. ഭയങ്കര 5 രാജാക്കന്മാർ തോപ്പിച്ച് 4 പേർ തോപ്പിച്ച് വലിയ സേനയല്ലായിരുന്നോ? ഒരു തുള്ളി ഭൂമി പോലും ഒന്നുമില്ല. പറഞ്ഞു, മക്കളെ ഇതൊന്നും അല്ല, നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മൾ പരദേശികളാണ്. നമുക്ക് വേണ്ടി നമ്മുടെ സ്വർഗീയ അപ്പച്ചനുണ്ടാക്കുന്ന ഒരു മനോഹര നഗരമുണ്ട്. വിട്ടുപോകുന്നതിന് ഓർത്തെങ്കിലും അവർ മടങ്ങി പോകത്തില്ലായിരുന്നു, പോകുമായിരുന്നു. പക്ഷെ അവരധികം നല്ലതിലേക്ക് ആമർശിച്ചിരുന്നു. പ്രിയമുള്ളവരെ, ഒന്ന് ആത്മാവിൽ ഉല്ലസിക്കുമോ? ഹല്ലേലൂയ. ഈ ഫാസ്റ്റ് ഇരിക്കുന്ന സമയത്ത് വചനമാകുന്ന അപ്പം നമ്മളെ ബലപ്പെടുത്തണ്ടേ? കർത്താവ് പറഞ്ഞല്ലേ, അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, വചനം കൊണ്ടും ജീവിക്കുന്നു. ഇന്നും നാളെയും മറ്റൊക്കെ ആയിട്ട് ദൈവത്തിന്റെ വായിലെ വചനങ്ങൾ നമ്മുടെ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കട്ടെ, സൗഖ്യമാകട്ടെ, അഭിഷേകം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ജനസമൂഹം നശിക്കാൻ പോവുകയാണ്. യെശയ്യാവ് ഇങ്ങനെ ആത്മാവിൽ പറയുകയാണ്, ആകാശമേ കേൾക്ക, ഭൂമിയെ. എന്തങ്ങനെ പറയാൻ കാരണം? ഭൂമിയിലുള്ള ആരും അത് കേൾക്കുന്നില്ല. ഇനി കേൾക്കുന്നത് ആരാ? മക്കളെ പോറ്റി വളർത്തി, മക്കളെ വിളിച്ചപ്പോൾ വരുന്നില്ല. ദൈവത്തിന് ഭയങ്കര ദുഃഖമായി. അവനെ പുറകോട്ട് പോയി കളഞ്ഞു. നമ്മൾ താഴെ വായിക്കുന്നത് അതിൻ്റെ 5 പദം വായിക്കാമോ പ്ലീസ്? ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്തെല്ലാം ചെയ്യുന്നറിയാമോ? ദൈവം എന്തെല്ലാം ചെയ്തു. ഇനി അടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അധികം
പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചു. തലയും ഹൃദയവും മുഴുവൻ രോഗാതുരമായി. തല ചിന്തയെ കാണിക്കുന്നു, ഹൃദയം നമ്മുടെ വികാരങ്ങളെ കാണിക്കും. എല്ലാം പോയി. അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല. വളരെ പച്ചയായിരിക്കുന്ന ഒരു വിവരണമാണത്. തല മുതൽ പാദം വരെയും പഴുത്തളിഞ്ഞ് വ്രണമൊലിപ്പിക്കുന്ന, ഇനി അടിക്കാൻ ഇടമില്ല. അടിച്ചൊത്തിരി അടിച്ചു നോക്കി രക്ഷയില്ല. അവർ പുറകോട്ട് പോവുക, എന്ത് ചെയ്തും പുറകോട്ട് പോവുകയാണ്. അവരാകപ്പാടെ വല്ലാത്ത അവസ്ഥ എത്തിയിരിക്കുന്നു. ഈ അവസ്ഥ കണ്ടിട്ടാണ് ദൈവം അവിടെ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് വരാം. 5-ാമത്തിലേക്ക് വരാമോ? 5-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ വായിച്ച് 1 മുതൽ. ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ട് പാടും. എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരവും പണിതു. ഒരു ചക്കുമിട്ട് മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയത്രേ. ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരും ആയുള്ളോരെ, എനിക്കും എന്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ വിധിപ്പിൻ. ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ ഇനി എന്താ ചെയ്യേണ്ടത്? തോട്ടത്തിന് വേണ്ടിയുള്ളതെല്ലാം ചെയ്തു. നല്ല സ്ഥലം എടുത്തു, നല്ല തൈ കൊണ്ടുവന്നു, അതിന് വേലി കെട്ടി, അതിന് എല്ലാ വിധത്തിലുള്ള നന്മകളും ചെയ്തു. ഗോപുരം പണിതു, ചക്കുണ്ടാക്കി, എല്ലാ കാര്യങ്ങളും ചെയ്ത് കല്ല് പെറുക്കി കളഞ്ഞു. അവസാനം കായ്ച്ചത് ഇത് 2-ാമത്തെ ദൈവത്തിൻ്റെ അന്തർഗതമാണ്. ആദ്യം മക്കളെ വളർത്തി, അടിച്ചിട്ട് കാര്യമില്ല, അടിക്കാൻ ഇടവില്ല, ഇനി ഒരു ഹോപ്പുമില്ല. ഇവിടെ തോട്ടം ഉണ്ടാക്കി, ഇത്രയും ബൃഹത്തായിരിക്കുന്ന നിലയിൽ തോട്ടം ഉണ്ടാക്കിയിട്ട് അവസാനം കാട്ടുമുന്തിരിങ്ങ കഴിച്ചു. ഞാൻ നശിപ്പിച്ച് കളയും. ഇനി നമ്മൾ 5-ാമത്തെ അവസാന ഭാഗത്ത് കാണുന്നതെല്ലാം അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ കൂടെ ചേർന്ന് വരണം, വചനത്തിൻ്റെ ആ തെളിമയിലേക്ക് വരണം. അപ്പോൾ ഒരു തരത്തിലും ഒരു പ്രതീക്ഷയുമില്ലാത്തൊരു സാഹചര്യം. ദൈവത്തിന് ഇനി ഒന്നും ചെയ്യാനില്ല. ദൈവത്തിൻ്റെ ഭാഗം എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി ജനം നന്നാകാൻ പോകുന്നില്ല. അപ്പോൾ ഭൂമിയിൽ മനുഷ്യവർഗത്തിന് ഇനിയും ഒന്നും പണിയാനില്ല. ദൈവത്തിൻ്റെ പദ്ധതി പാളിപ്പോവുകയാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആ വലിയ ദിവ്യ പദ്ധതികൾ നമ്മളതിനെക്കുറിച്ച് ലേഖനങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. നാമവത്സര വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് വേണ്ടി മുൻ നിയമിച്ചവരാണ്. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ദൈവം മുന്നറിഞ്ഞ് നിയമിച്ചതാണ്. നമ്മൾ അവൻ്റെ കൂടെ വാഴാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. നാം രാജകീയ പുരോഹിത വർഗമാണ്. നമുക്ക് വേണ്ടി പുതിയ ബുദ്ധി ഒരുക്കുന്നുണ്ട്. ഇതെല്ലാം കിടക്കുമ്പോൾ തന്നെ ഇതിനു വേണ്ടി പണിയപ്പെടുന്ന ആളുകൾ പണിയപ്പെടുന്നില്ല, അവർ പിന്മാറിപ്പോവുകയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വല്ലാത്തൊരു നിസ്സഹായത്വം വന്നിരിക്കുന്ന സമയമാണ്. ഇനിയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ദൈവം ഇവിടെ തൻ്റെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ യെശയ്യാവ് 5 അധ്യായം പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ 6-ലേക്ക് വരുന്നു. 6-ലേക്ക് ഒന്ന് വരാമോ? അതിന് ചില വാക്യങ്ങൾ വായിച്ച്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്ന്. ഒരുത്തിന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന്. ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന് നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടു. പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് ധാരാളം പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു മുൻവിധി കൂടാതെ നിങ്ങളെ ശ്രദ്ധിക്കണമേ. ഈ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഇവിടെ യെശയ്യാവ് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെല്ലാം പങ്കുവെക്കുന്നൊരു പ്രവാചകനാണ്. 1-ാമത്തെ അധ്യായത്തിൽ ആ ജനത്തിൻ്റെ മക്കളുടെ അനുസരണക്കേടും അവരുടെ പാപവും പിന്മാറ്റത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വേദന അദ്ദേഹം പങ്കുവച്ചു. ഇനി ഒന്നും ചെയ്യാനില്ല, അങ്ങേറ്റം അവരെ നശിച്ചു കിടക്കുകയാണ്. 5-ാം അധ്യായത്തിൽ ആ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല, ഇനിയും ഒരു ഹോപ്പെല്ലാം പറിച്ചു കളയത്തേ ഉള്ളൂ. എന്നിട്ട് കുറേ കഴിഞ്ഞ് പറയുന്നത് കഷ്ടം എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴേ ഒരു ദർശനം കണ്ടു, ഞാൻ അതിനെ വിശദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പെട്ടെന്ന് അവൻ ഈ ഭൂമിയിലെ ചിത്രങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ ദൈവം അവനെ ഒരു ദർശനം കാണിച്ചു. ഇങ്ങനെ ഉള്ളപ്പോഴും സ്വർഗത്തിൽ സിംഹാസനിരിക്കുന്ന ഒരുവനുണ്ട്. അവൻ നിരന്തരം സെറാഫുകൾ ആരാധിക്കുന്നു. ആരാധന നടക്കുന്ന സമയത്ത് ഇവൻ ദൈവത്തിൻ്റെ മുഖദർശനം കിട്ടിയവനായി. ജനത്തിൽ നിന്ന് അവൻ്റെ കണ്ണ് ദൈവത്തിലേക്ക് തിരിഞ്ഞു. അവൻ വിശുദ്ധിയെ അവൻ കണ്ടു. അപ്പോൾ അവൻ മനസ്സിലായി, ഞാനും ഇതിൽപ്പെട്ട ഒരുവനാണ്, ഞാൻ അശുദ്ധിയുള്ള അതരമുള്ളൊരു, എനിക്കും അയ്യോ കഷ്ടം. അപ്പോൾ അവൻ അങ്ങനെ സമ്മതിച്ച സമയത്ത്, എൻ്റെ ഒരു ചിന്ത പറയുകയാണ്, സമ്മതിച്ച സമയത്ത് ദൈവം പറഞ്ഞു,
ഇനി വന്നേ, ഒരു സ്ഥാപനം വിളിച്ച് ഇനി വന്നേ, നീ പോയിട്ട് അപ്പുറത്തൊരു യാഗപീഠമുണ്ട്, അവിടെ നിന്ന് ഒരു കൊള്ളിലോട്ട് എടുക്കണം, എടുത്തിട്ട് കൈകൊണ്ട് എടുക്കരുത്, കല്ലുകൊണ്ട് എടുത്ത് കൊള്ളിലോട്ട് എടുത്തിട്ട് നീ എന്ത് ചെയ്യണം, നാവിനെ തൊടണം. എന്നിട്ട് അവൻ നാവിനെ തൊട്ടപ്പോൾ എന്ത് ചെയ്തു? ശുദ്ധമായി, അവൻ്റെ അധരങ്ങൾ ശുദ്ധമായി, അകൃത്യം നീങ്ങി പരിഹാരം വന്നു. ശ്രദ്ധിക്കണമേ, അപ്പം പരിഹാരം വന്നപ്പോൾ അവൻ ശബ്ദം കേട്ടു, ഇനി ആരെ ഞാൻ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി എന്നതിനർത്ഥം. ഞാൻ മിഷൻ ചലഞ്ച് കൊടുക്കുന്ന ഇത് വായിച്ചത് ദൈവത്തിൻ്റെ ചിന്തകളാണിത്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇനി യാതൊരു വഴിയും ഇല്ല. ഈ പ്രോജക്റ്റ് അവസാനിപ്പിക്കാം, മനുഷ്യനെ കുറിച്ചുള്ള പ്ലാൻ അവസാനിപ്പിക്കാം. എൻ്റെ പ്ലാൻ പാളിപ്പോയി, മനുഷ്യൻ ഇനി പദ്ധതി എനിക്കില്ല. അങ്ങനെയല്ല, ദൈവത്തിൻ്റെ മനസ്സിൽ ഒരു വലിയ ഐഡിയ വന്നു. ഇനിയും പ്രമാണം കൊണ്ട് കാര്യമില്ല, അടിച്ചിട്ടും കാര്യമില്ല, അവരെ ഒരു തരത്തിൽ നന്നാക്കാൻ പറ്റത്തില്ല, എങ്ങനെ പണിതാലും അവർ ശരിക്കും ഫലം കായ്ക്കത്തില്ല, അവർ ഒരിക്കലും നന്നാക്കാൻ പോകുന്നില്ല. എന്നാൽ എനിക്കൊരു പദ്ധതിയുണ്ട്, എനിക്കൊരു പ്ലാനുണ്ട്, ഞാനിവരെ തള്ളിക്കളയത്തില്ല, ഞാൻ പദ്ധതികൾ നിവർത്തിക്കും. എത്ര ഹോപ്പ്ലെസ് ആയാലും ഞാനത് നിവർത്തിക്കും. എന്തിനു വേണ്ടി അവനെ ഉണ്ടാക്കിയോ ആ പദ്ധതി ഞാൻ പൂർത്തീകരിക്കും. ഞാനിങ്ങനെ ആലോചിക്കാം, സറാഫ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ദൈവം കേൾക്കുന്നുണ്ടെങ്കിലും പുള്ളിക്കാരന് സന്തോഷമൊന്നുമില്ല. കാരണം ആകെ കൂടി ഒരുത്തനേ ഉള്ളൂ, യെശയ്യാവ്. അപ്പോൾ അവന് മനസ്സിലായി ഞാനും അശുദ്ധിയുള്ള മനുഷ്യനാണ്, എനിക്കയ്യോ. അപ്പോൾ ഒരാളും പോയില്ല. ഇതുവരെ പ്രവാചകൻ ഉണ്ടായിരുന്നു പറയാനായിട്ട്, അവനും പറഞ്ഞു എനിക്കും യോഗ്യതയില്ലെന്ന്. അപ്പം ദൈവം ഒരു വഴി ഒരുക്കിയിടാൻ, നീ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ നിന്നെ ശുദ്ധീകരിക്കാൻ പോവാം. അപ്പോൾ അവിടെ സിംഹാസന അപ്പുറത്ത് ഒരു യാഗപീഠം ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, there was an altar just close to that throne of God. ദൈവത്തിൻ്റെ സിംഹാസനടുത്തൊരു യാഗപീഠമുണ്ട്. ഹല്ലേലൂയ. ആ യാഗപീഠത്തിന് മേലൊരു യാഗമൃഗം ഇങ്ങനെ ദഹിച്ച് ഹല്ലേലൂയ ചാരമായി കഴിഞ്ഞു. അതിൻ്റെ കല്ലിനകത്ത് നിന്ന് ഒരു കല്ലെടുത്താണ് ഇവർ നാമം തൊടുന്നത്. പ്രിയമുള്ളവരെ, അടുക്കാനാവാതെ വേണം പാപബോധത്താൽ കുറ്റബോധത്താൽ നിലവിളിക്കുന്ന മനുഷ്യനെ രക്ഷിപ്പാൻ ദൈവം മുന്നമേ നമുക്ക് വേണ്ടി ഒരു യാഗവേദി ഒരുക്കിയിരുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടി മുന്നറിയപ്പെട്ട അറുക്കപ്പെട്ട കുഞ്ഞാടാണ് കാണിക്കുന്നത്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട, അറിയാം പാട്ടറിയോ? അറിയില്ല, പഴയ പാട്ടാണ്. അപ്പം ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അറുക്കപ്പെട്ട കുഞ്ഞാണ്. അപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു യാഗപീഠമുണ്ട്. അവിടുന്ന് ഈ സെറാഫ് പോയിട്ട് ഒരു കല്ലെടുത്ത് തൊട്ടപ്പോൾ നാവ് ശുദ്ധീകരണം ഉള്ളതായി തീർന്നു. എന്നൊരു ദൈവം പറയാണ്, നീ ആരെനിക്ക് വേണ്ടി പോകും, ഞാൻ ആരയക്കേണ്ടു. നമുക്ക് ആ ഭാഗം വിടാം. 7ലേക്ക് വരാം. ഉസിയാവിന്റെ മകനായ യോഥാമിന്റെ മകനായി യഹൂദ രാജാവായ ആഹാസിന്റെ കാലത്ത് ആരാമ്യ രാജാവായ രസീനും രമല്യാവിന്റെ മകനായി ഇസ്രായേൽ രാജാവായ പേക്കഹും യെരുശലേമിന്റെ നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു. അതിനെ പിടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല താനും. അരാം എഫ്രൈമിനോട് യോജിച്ചിരിക്കുന്നു എന്ന് ദാവീദ് ഗൃഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവന്റെ ഹൃദയവും അവന്റെ ജനത്തിന്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞുപോയി. അപ്പോൾ യഹോവ യെശയ്യാവോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീയും നിന്റെ മകൻ ശയാർ യാശൂബും അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കൽ മേലേക്കുളത്തിന്റെ നീർപ്പാത്തിയുടെ അറ്റത്ത് ആഹാസിനെ എതിരേൽപ്പാൻ ചെന്ന് അവനോട് പറയേണ്ടത്. പ്രിയമുള്ളവരെ, ഇത് ദീർഘമായ ചരിത്രമാണ്, നിങ്ങൾ ഗ്രഹിക്കാൻ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും നമുക്ക് അതിന് ശ്രമിക്കാം, അല്ലേ? ഇങ്ങനത്തെ ഉപവാസ ആരാധനയാണ് ഇതിന് സമയം കിട്ടുന്നത്. നോക്കണേ, ഈ ചരിത്രം നിങ്ങൾ മറന്നു പോകരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വഴിയും കാണുന്നില്ല. മനുഷ്യനെക്കുറിച്ച് പദ്ധതികൾ പൂർത്തീകരിച്ചാൽ മതിയാകത്തുള്ളൂ. മനുഷ്യന് വേണ്ടി ദൈവം മുന്നേ തന്നെ ഒരു പാപപരിഹാരത്തിൻ്റെ ഉറവ കണ്ടെത്തിയിരുന്നു, ഒരു യാഗമൃഗത്തെ കണ്ടെത്തിയിരുന്നു, അവിടെ യാഗവേദി ഉണ്ടായിരുന്നു. അതായത് കർത്താവ് എന്നതിനൊക്കെ മുമ്പ് തന്നെ ദൈവസന്നിധിയിൽ ഒരു യാഗപീഠവും അവിടെ ഒരു യാഗവസ്തു അർപ്പിക്കപ്പെട്ടിരുന്നു, ദഹിച്ചിരുന്നു. അവിടെ അഗ്നി കനലുകളുണ്ട്. ആ കനലുകളുടെ ശുദ്ധീകരണം വരുവാൻ ദൈവം പ്ലാൻ ചെയ്തിരുന്നു. അതൊരു വ്യക്തിക്ക് ദൈവം കൊടുത്തു. ഒരുത്തം മാത്രം അനുദപിച്ചു, അയ്യോ ഞാൻ നശിച്ചു, അവനത് കൊടുത്തു. എന്നിട്ട് ദൈവം പറയുകയാണ്, ആര് അയക്കണം, ആര് പോകണം. ഇപ്പം സമയമായി, ശ്രദ്ധിച്ച് കേൾക്കണമേ. ഈ ചെറിയ യഹൂദ രാജ്യത്തിലെ ഒരു രാജാവ് ആഹാസ്, അവനെതിരെ വരുന്നത് തൊട്ടപ്പുറത്തുള്ള ഇസ്രായേൽ രാജാവും പിന്നെ സിറിയ രാജാവുമാണ്. അപ്പോൾ 2 രാജാക്കന്മാർ ചേർന്ന് അകപ്പാട് ഒരു ചെറിയ ശേഷിപ്പേ ഉള്ളൂ. ലോകത്തിന് ദൈവനും ആരുമില്ല. യഹൂദ എന്ന് പറയുന്ന ചെറിയൊരു രാജ്യത്തിലെ ഒരു രാജാവേ ഉള്ളൂ. അവർ വന്നത് കേട്ടപ്പോൾ ഇവന്റെ ഹൃദയം ആടി ഉലഞ്ഞു. എന്താ നമ്മൾ വായിച്ചത്? എങ്ങനെയാ ഉലഞ്ഞത്? വൃക്ഷങ്ങൾ കാറ്റുന്ന പോലെ ഉലയാൻ തുടങ്ങി. ആ സമയത്ത് യഹോവ എന്ത് പറഞ്ഞു യെശയ്യാവോട്? നീയും നിന്റെ മകൻ ശയാർ യാശൂബും അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കൽ മേലേക്കുളത്തിന്റെ നീർപ്പാത്തിയുടെ അറ്റത്ത് ആഹാസിനെ എതിരേൽപ്പാൻ ചെന്ന്. വളരെ ചിന്തിക്കേണ്ട ഭാഗമാണ്. ദൈവത്തിന്റെ ഹൃദയം ഇങ്ങനെ ചലിക്കുക.
യാഹാസ് ഇറങ്ങിപ്പോയാൽ ശ്രദ്ധിക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണമേ, ദൈവാത്മാവ് നിങ്ങൾ ഹൃദയം പ്രകാശിപ്പിക്കട്ടെ. ദൈവം നോക്കുമ്പോൾ ഭൂമിയിൽ ആകെ തനിക്ക് ഒരു പ്രതിനിധിയായിട്ട് ഒരു ദാവീദ് സിംഹാസനമുണ്ട്. ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് ആകപ്പാട് ഒരു രാജാവേ ഉള്ളൂ. ആ രാജാവ് എന്ത് ചെയ്യുന്നു? ആ സിംഹാസനം വിട്ട് ഇറങ്ങി ഓടിപ്പോവുക. അതിൻ്റെ അർത്ഥം ഇനിയും ഇവിടെ ദൈവരാജ്യമില്ല, ഇസ്രായേൽ ഇനിയില്ല, യഹൂദ ഇനിയില്ല. അവൻ ഓടിപ്പോകുമ്പോൾ ദൈവം പറയുകയാണ്, യശയ്യാവേ നീ ഓടിച്ചല്ലേ, നിനക്കൊരു മെസ്സേജ് കൊടുക്കാനായിട്ടുണ്ട്. ശ്രദ്ധിക്കണമേ, ഈ ഭൂമിയെ മുഴുവനും ശത്രു വിഴുങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട് നരകത്തിലേക്ക് പോകുമ്പോൾ ദൈവം നമ്മളെ കൈവിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ. തൻ്റെ പണികളെല്ലാം പരാജയപ്പെടുന്നു തോന്നുമ്പോൾ, അവനുണ്ടാക്കിയ മുന്തിരിവള്ളി കായ്ക്കാതെ വരുമ്പോൾ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചിട്ട് ഫലമല്ലാതെ തീരുമ്പോൾ, ചക്കിൽ ഒന്നും ഉണ്ടാകാതെ വരുമ്പോൾ, അതേ അടിമുടി അടിച്ചിട്ടും പ്രയോജനമില്ലാതെ പഴുത്ത് വിങ്ങി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്ലാനുണ്ട്. ഇനി അവസാനമായിട്ട് ആ രാജാവ് ഓടിപ്പോയി കഴിഞ്ഞാൽ ആ സിംഹാസനം കാലിയാകും. ആ ഇസ്രായേൽ രാജാവും ആ തൊട്ടപ്പുറത്തുള്ള സിറിയരാവും ചേർന്ന് ഇതിനെ കീഴടക്കി എന്നേക്കും നശിപ്പിക്കപ്പെടും. എന്നാൽ അതിലെ സംസാരിപ്പാൻ ഒരുവനെ പറഞ്ഞേക്കുക. ഹല്ലേലൂയ. ഇവിടെ യെശയ്യാവിൻ്റെ പ്രവചനം മാറുകയാ, യെശയ്യാവിൻ്റെ ദൂത് മാറുകയാ. പ്രിയമുള്ളവർ, ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് അവൻ വരികയാ. ഒന്ന് ആത്മാവിൽ ഉല്ലസിക്കുമോ പ്രിയമുള്ളവരെ? ലോകത്തിൻ്റെ അവസ്ഥകളെ കണ്ടുകൊണ്ട് നാം പരിഭ്രമിക്കേണ്ട കാര്യമില്ല. എത്ര തകർച്ചയാണെങ്കിലും ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ നീ തൊടപ്പെട്ട് കഴിയുമ്പോൾ, ദൈവശബ്ദം കേട്ട് നീ അനുസരിക്കാൻ തയ്യാറായാൽ ലോകത്തോട് നിനക്ക് സന്ദേശമുണ്ട്. ഹല്ലേലൂയ. ആകാശേ നീ ഓടിപ്പോകണ്ട, എനിക്കൊരു പദ്ധതി ഉണ്ട് നിന്നെ കുറിച്ച്. ആരെല്ലാം നിനക്കെതിരെ വന്നാലും, നീ ഹൃദയം കാട്ടിലെ മരങ്ങളുടെ ഇലകൾ ആടിയാലും നീ പേടിക്കേണ്ട കാര്യമില്ല. അവിടെ പറഞ്ഞിങ്ങനെ, നീ എവിടെ പോകണമെന്ന് അറിയാമോ? എവിടെയാ പോകേണ്ടത്? അപ്പോൾ യഹോവ യെശയ്യാവോട് അരുളി ചെയ്തത്, ഷെയാർ യാശൂബ്, അവൻ 2 മക്കളുണ്ട്. അതിന്റെ പേര് ഒന്ന് ഷെയാർ, അതിനർത്ഥം ഒരു ശേഷിപ്പ് മടങ്ങി വരും. ദൈവമക്കളെ, ഒരു ശേഷിപ്പുണ്ട്. ഇന്ന് ഞാൻ ഈ എക്സോർസിൽ കാണുന്ന ശേഷിപ്പിരിക. ദൈവസഭകൾ എത്ര തകർന്നു പോയാലും, പാപം എത്ര പെരുകിയാലും, ലോകം എത്രമാത്രം നമ്മളെ തകർക്കാൻ ശ്രമിച്ചാലും, നരകമണ്ഡലങ്ങൾ അയ്യാടിയാലും ഒരു ശേഷിപ്പുണ്ട്. ഷെയാവിൻ്റെ ഒരു മകനുണ്ട്, അവനെ കൂട്ടിക്കൊണ്ട് പോകണം. അതേ പ്രതീക്ഷ ഇനിയുണ്ട്. അറ്റുപോകില്ല. ഇന്ത്യയിലെ ദൈവസഭ നശിച്ചു പോകത്തില്ല. എന്തെല്ലാം ശക്തി ഇളകി മറിഞ്ഞു വന്നാലും, പാതാളം ഇളകി വന്നാലും ദൈവസഭയെ തകർക്കാൻ കഴിയത്തില്ല. അത് പറയാനാണ് നീ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നീ പോയി പറ. പേടിച്ചരണ്ട് വലഞ്ഞ് ഓടിപ്പോകുന്ന ദൈവാസന്മാരെ, അവിടുത്തന്മാരെ ബലപ്പെടുത്ത്. നീ ഓടിപ്പോകരുത്. ഹല്ലേലൂയ. ഓടിപ്പോകരുത്. ഒരു ശേഷിപ്പുണ്ട്. ഞാൻ ആത്മാവിൽ കാണുക, ഒരു ശേഷിപ്പുണ്ട്. 40 കൊല്ലമായി ആ കാസർഗോഡിലെ മുൻ നിരയിൽ നിന്നുകൊണ്ട് പണപൊരുതിയ ഞാനൊരു പട്ടാളക്കാരനാണ്. എനിക്ക് പറയാൻ കഴിയും, ശത്രു ജയിക്കുകയില്ല, അവൻ്റെ ആയുധം ഫലിക്കുകയില്ല, അവൻ ഫലിക്കുകയില്ല. നാം ജയാളികളാണ്. ഇത് പറയാൻ ആളിനെ വേണം. ആദ്യം സമർപ്പണം വേണം. ഞാൻ നശിച്ചെന്ന് പറയണം, ഞാൻ അയോഗ്യെന്ന് പറയണം. നീ എവിടെ പോകേണ്ടത്? ഒന്നുകൂടെ വായിച്ച ഭാഗം. എവിടെ പോകണം? നീയും നിന്റെ മകൻ ഷെയാർ യാശൂബും അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കൽ മേലെ കുളത്തിന്റെ നീർപ്പാത്തിയുടെ അറ്റത്ത്. ഇങ്ങനെ അദ്ദേഹം സംസാരിക്കുന്നത് ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുത്തു. പണ്ട് നേർവീതം തെരുവിൽ പറഞ്ഞതുപോലെയാ. അവനോട് പറയേണ്ടത് സൂക്ഷിച്ചുകൊള്ളുക, സാവധാനമായിരിക്കാം. Be careful. പുകയുന്ന ഈ 2 മുറിക്കൊള്ളി നിമിത്തം take heed and be quiet. Do not fear of thee or be faint-hearted for these 2 stubs of smoking firebrands. ഈ പുകയുന്ന തീക്കൊള്ളികളുണ്ട്. ഇത് 2 പേരും പുകയുന്ന തീക്കൊള്ളികളാണ്. പേര് പറയുന്നില്ല. ദൈവസഭയ്ക്ക് എതിരെ വരുന്ന എല്ലാ ശക്തി വെറും പുകയുന്ന തീക്കൊള്ളികളാണ്. അതൊരിക്കലും കത്തുന്നതല്ല. എത്ര ഒന്നിച്ചു കൂടി ഈ 2 പേരും കൂടി ചേർന്നാലും അത് കത്താൻ പോകുന്നില്ല. അത് വെറും പുകയായി പോകുന്നേ ഉള്ളൂ. പുക, വട്ടപ്പുക. ഹല്ലേലൂയ. ആത്മ വിളിച്ചു പറയാ, ഹല്ലേലൂയ. ഇന്ത്യയിൽ ഉണവിന്റെ സമയമായി. നീ ഭയപ്പെടരുത്, സൂക്ഷിച്ചു കൊള്ളുക, സാവധാനമായിരിക്കുക. പുകയുന്ന ഈ 2 മുറിക്കൊള്ളി നിമിത്തം അരാമിന്റെയും രസീലിന്റെയും രമല്യാവിൻ മകന്റെയും ഉഗ്രകോപ നിമിത്തം നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകരുത്. ഇത്രയും കടുത്തൊരു പ്രതിസന്ധി പുറമെ കാണുമ്പോഴും യെശയ്യാവിനെ കൊടുത്തു. എടാ, നിന്റെ ബുദ്ധി പറയുന്നത് അവസാനിപ്പിക്കുക. നീ കാണുന്നൊന്നുമല്ല നടക്കാൻ പോകുന്നത്. എന്റെ പ്രവൃത്തി ഞാൻ വെളിപ്പെടുത്താൻ പോവുക. ഹല്ലേലൂയ. നീ പുറമേ ഉള്ള നോക്കണ്ട. എത്ര പ്രതികൂലമാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ എന്റെ പദ്ധതി പൂർത്തീകരിക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഭയപ്പെടരുത്, ഓടിപ്പോകരുത്. എന്തെല്ലാം ശത്രു കെണിയൊരുക്കിയാലും ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. ഞാൻ ഇന്ത്യക്കാണ് സംസാരിക്കുന്നത്. നോക്ക്, അവിടെ വായിക്കുന്നത് എന്താണ് നമ്മൾ ഇംഗ്ലീഷ് വായിക്കുന്നത്? ടേക്ക് ഹീഡ് ആൻഡ് ബി ക്വയറ്റ്, ഡു നോട്ട് ഫിയർ ഓർ ബി ഫെയിന്റ് ഹാർട്ടഡ്
for these 2 steps of smoking firebrands, for the fierce anger of Rezin and Syria and the son of Remaliah. Hallelujah. ഇനി വായിക്കാം. നാം യഹൂദായുടെ നേരെ ചെന്ന് അതിനെ വിഷമിപ്പിച്ച് മതിലിടിച്ച് കടന്ന് താബേയലിന്റെ മകനെ അവിടെ രാജാവായി വാഴിക്കണമെന്ന് പറഞ്ഞു. അവന്റെ തന്ത്രമാണത്. ഇങ്ങനെ ഒരു കുപ്രയം കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാമോ? ആ വാക്ക് നോക്കണം, എനിക്ക് ഇഷ്ടമാണത്. യഹൂദയെ ചെന്ന് അതിനെ ഒന്ന് വിഷമിപ്പിക്കുക. അയ്യോ, എതിർപ്പ് വന്നു, പാസ്റ്റർമാർ അറസ്റ്റിലായി, കുറച്ച് പേർ തല്ലി, നമുക്ക് ആ പേടി, അയ്യോ വലിയ കൊമോഷന് വലിയ പ്രയാസമായി. അവനെ വിഷമിപ്പിച്ച് മതിലടി പ്രാർത്ഥന വളയും. ഓ, എത്ര പ്രാർത്ഥിച്ചിട്ടും പ്രശ്നമില്ലല്ലോ, പ്രയോജനമില്ലല്ലോ. ഇല്ലെന്നില്ല, മതിലിടിയരുത്, ഉപവാസം കുറയരുത്, പ്രാർത്ഥന കുറയരുത്. ഹെരോദ രാജാവ് ഹല്ലേലൂയ, ഓ യാക്കോബിനെ കൊന്നിട്ട് 10 ദിവസത്തെ തടവിലാക്കുമ്പോൾ സഭ തളർന്നില്ല, സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിരന്തരം പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥന. ആ പ്രാർത്ഥനയാൽ ദൂതനിറങ്ങി വന്നവനെ വിടുവിക്കുക മാത്രമല്ല, ആ ഹെരോദ്യ കുടുംബത്തിന് വേററുത്ത് കളഞ്ഞു. ഹല്ലേലൂയ. യേശു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ ദൈവത്തിനെതിരെ പ്രവർത്തിച്ച ഹെരോദാവിന്റെ കുടുംബത്തെ പറിച്ചു. ഹെരോദാവ് ക്രിമിക്കരിയെ പ്രാണനെ വിട്ടു. പിന്നത്തെ അധ്യായത്തിലൂടെ വായിച്ച് രാവിലെ പാസ്റ്റർ പ്രാർത്ഥിച്ചു, അവന്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ഒരുത്തൻ സഭയ്ക്കകത്തുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുമോ? ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നമുക്കെതിരെ തിരിയുന്ന പലരെയും കർത്താവ് പിടിക്കാൻ പോകുകയാ. അന്ത്യോക്യ സഭയ്ക്കകത്ത് ഹെരോദാവിന്റെ കൂടെ മടന്ന മലായേ ഹെരോദ കുടുംബത്തിൽ പെട്ടവൻ ഹെരോദാവിന്റെ പേരറുത്ത് കളഞ്ഞു. ഹല്ലേലൂയ. യോഹന്നാൻ തലവെട്ടിയവൻ, യേശു കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചവൻ, ഹല്ലേലൂയ, യാക്കോബിനെ വാളുകൊണ്ട് കൊന്നവൻ. എന്നാൽ ഈ പ്രതിസന്ധി വന്നപ്പോൾ പ്രാർത്ഥന കൊണ്ടവൻ അവന്റെ അവസാനമായി പറയുള്ളവര്. ഇന്ത്യയിൽ സഹസ്രാബ്ദങ്ങളായി നിൽക്കുന്ന ശക്തികൾ തകർന്നു വീഴണം. നമുക്ക് വലിച്ചു പ്രാർത്ഥിക്കുക. ഇന്ത്യയിലെ കോടി 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 ദുഷ്ടശക്തികൾ തകർന്നു പോകണം. ഹല്ലേലൂയ. നമുക്ക് പോരാടാം, ആത്മ പോരാടാം. വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാര ശക്തികളോടും പോരാടി പ്രാർത്ഥിക്കാം. അവ ഒരിക്കലും നമുക്കെതിരെ ജയമെടുക്കയില്ല. ഹല്ലേലൂയ. ഓ, നീ ഭയപ്പെടരുത്, നീ പേടിക്കരുത്, നീ സമാനോട്ടിരിക്കുക. ദൈവസഭയെ ധീരമായി നിൽക്ക്. ഹല്ലേലൂയ. പേടിപ്പിക്കാൻ ശ്രമിക്കുക അല്ലേ? പേടിപ്പിച്ച് മതിലിടിക്കാൻ ശ്രമിക്കുക. രാജാവാക്കാൻ വല്ലവരെയും ഇല്ല. നീ രാജാവ് നമ്മുടെ രാജാവ് തന്നെയാ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവാണ് രാജാതി രാജാവ്. അവനെതിരെ ഒരു പേരുമില്ല, ഒരു ശക്തിയുമില്ല. അവനാ രാജാതി രാജാവ്. അവനെ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുത്തിയിരിക്കുന്നത് ചെങ്കോലോട് തിരിച്ചിരിക്കുകയാണ്. അവൻ വാഴുകയാ. ഇനി വാഴാൻ വരികയല്ല, ഇപ്പം വാഴുക. നീ എൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുക, ശത്രുക്കളുടെ മേൽ നീ വാഴുക. ചെങ്കോൽ പിടിച്ചു പോയപ്പോൾ നമ്മുടെ കർത്താവ് വാഴുന്നവനാ കേട്ടോ. ഒന്ന് വിശ്വസിച്ചേ, എൻ്റെ കർത്താവ് വാഴുന്നവനാ. ശത്രു വീണവനാ. അവൻ വീണവൻ മാത്രമല്ല, ആയുധം താഴെ വെച്ചവനാ. അവൻ പരസ്യകോലമായവനാ. അവൻ ഒരു ആയുധം ഇല്ല. നമ്മുടെ കർത്താവ് ജയാളിയാണ്. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ഈ കാലവ ശത്രു തന്ത്രമേ ഉള്ളൂ, അവൻ ജയിക്കത്തില്ല. അടുത്ത വാക്യം നോക്കിയേ. ആരാമും എഫ്രൈമും രമല്യാവിന്റെ മകനും നിന്റെ നേരെ ദുരാലോചന കേട്ടോ ഇത് വായിച്ചോട്ട്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് നടക്കയില്ല. അയ്യോ ഒന്ന് പറഞ്ഞേ, പറഞ്ഞേ. നടക്കയില്ല, നടക്കത്തില്ല. നമ്മളൊരിക്കലും ഭ്രമിച്ചു പോകരുത്, മനസ്സ് മടുത്തു പോകരുത്, അധീനപ്പെട്ടു പോകരുത്, നമ്മുടെ സ്വസ്ഥ നഷ്ടപ്പെട്ടു പോകരുത്. അത് നടക്കാൻ പോകുന്നില്ല. ഇതാണ് യെശയ്യാവ് പറയുന്ന സന്ദേശം. 5-ാം തീയതിയുള്ള സന്ദേശം മാറി. ആര് അയക്കണം, ആര് പോകും? അത് വ്യത്യസ്തമായി ഞാൻ പറഞ്ഞത്. ഇത് പറയാൻ വേണ്ടി ഉത്തരം വേണം. ദൈവത്തിൻ്റെ പ്ലാൻ പറയാനായിട്ട് എനിക്കൊരു പ്ലാനുണ്ട്. ഞാൻ ദാവീദിനെ എടുത്തു, അബ്രഹാമിനെ എടുത്തു, ഞാൻ ഓരോരുത്തരെ എടുത്തു. പക്ഷെ അവർക്കൊന്നും യെശയ്യാവിന് പോലും പറ്റുന്നില്ല. അങ്ങനെയെങ്കിൽ എനിക്കൊരു പ്ലാനുണ്ട്. ഇവിടെ വായിക്കുന്നത് അത് നടക്കാൻ പോകുന്നില്ല, അത് സാധിക്കത്തില്ല. അരാമിന് തല ദമേശക്ക്, ദമേശക്കിന് തല രസീൻ. 65 സംവത്സരത്തിനകം എഫ്രൈം ജനമായിരിക്കാതെ വണ്ണം തകർന്നു പോകും. 65 വർഷത്തിനകം എഫ്രൈം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ രാഷ്ട്രമാണ്. നമുക്കത് ചരിത്രം പഠിച്ച് അറിയാൻ പറ്റും. അസ്സീരിയൻ സൈന്യം എന്ന് അവരെ മുഴുവനായിട്ട് നശിപ്പിച്ചോളൂ സംഭവിച്ചു. അപ്പൊ ഇനി അവരെ പഠിക്കണ്ട. പിന്നെ എഫ്രൈമിന് തല ശമര്യ, ശമരിക്ക് തല രമല്യാവിന്റെ മകൻ. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. ഇന്ന് ദൂതതാണ്. വിശ്വാസമില്ലെങ്കിൽ ദൈവമക്കളുള്ള സന്ദേശമാണിത്. ഇത് ഉണർവിന്റെ കാലമാ, ഇത് വിജയത്തിന്റെ കാലമാ, യുദ്ധത്തിന്റെ കാലമാ. This is the day of war. യുദ്ധത്തിന് പോകുന്ന സമയങ്ങളാ. ഹല്ലേലൂയ. സമാധാനമായി നമുക്ക് പോർക്കത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്നവരെ നമ്മുടെ കർത്താവ് ജയാളിയാണ്. ഹല്ലേലൂയ. നോക്കുക, നിങ്ങൾ വിശ്വാസമില്ലെങ്കിൽ, if you do not stand in faith, stand firm in faith, you cannot stand at all. വിശ്വാസം നിൽക്കുന്നില്ലെങ്കിൽ
സ്ഥിരവാസമില്ല. എന്നിട്ട് യഹോവ പിന്നെയും അഹാസിനോട്, നിന്റെ ദൈവമായ യഹോവയോട് താഴെ പാതാളത്തിലോ മീതെ ഉയരത്തിലോ ഒരു അടയാളം ചോദിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചത്. മനുഷ്യനല്ലേ എന്തെങ്കിലും ഒരു അടയാളം വേണ്ട? ഈ പറയുന്നതിന് വല്ല അർത്ഥമുണ്ടോ? ഞാൻ പേടിച്ച് ഓടി അലക്കാരൻ്റെ വരി കൂടെ മേലക്കൂടെ പോയി ഞാൻ ഓടി രക്ഷപ്പെടാൻ പോകുമ്പോഴാണ് പറയുന്നത് നീ പേടിക്കേണ്ടതെന്ന്. എനിക്ക് അങ്ങനെ പേടിക്കാതിരിക്കാൻ കഴിയും? ഇതല്ലേ സാഹചര്യങ്ങൾ. ഒരു അടയാളം നീ ചോദിച്ചോ? ഇതിന് മാറ്റമില്ല. അടയാളം ചോദിക്കുക. അവൻ പറഞ്ഞു ഞാൻ അടയാളം ചോദിക്കത്തില്ല. ആകാശത്തിന് ഉള്ള ചോദിച്ചോ, ഭൂമിക്ക് കീഴെ ചോദിച്ചോ? ഭൂമിയിൽ ചോദിക്കണ്ട, ചിലപ്പോൾ നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റത്തില്ലായിരിക്കാം. ആകാശത്തിന് ചോദിച്ചോ, താഴത്ത് ചോദിച്ചോ. പക്ഷേ അവൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞാൻ ചോദിക്കയില്ല, യഹോവയെ പരീക്ഷിക്കുകയുമില്ല. ഭയങ്കര ഭക്തനാണെന്ന് തോന്നുന്നു. യഹോവയെ പരീക്ഷിക്കത്തില്ല. എന്നിട്ട് അതിനവൻ പറഞ്ഞത്, ദാവീദ് ഗൃഹമേ കേൾപ്പിൻ, മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എന്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത്. ഇത്രയും വ്യക്തമായി ദൈവം സംസാരിച്ചിട്ടും ദൈവത്തെ മുഷിപ്പിക്കുന്ന ഒരു ജനസമൂഹം. പ്രിയമുള്ളവരെ, നമ്മുടെ കാര്യമാണ്. ഇസ്രായേൽ മക്കളെ പലപ്പോഴും ദൈവത്തെ മുഷിപ്പിച്ചവരാ. ഇവിടെ വായിക്കുന്നത് വ്യക്തമായി ആ സ്ഥലത്ത് ഇറങ്ങി വന്ന പ്രവാചകൻ തന്നെ മോനെയും കൂട്ടി ഒരു ശേഷിപ്പുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവനെ ധൈര്യപ്പെടുത്തി, അവനെ ബലപ്പെടുത്തി, അവന് ശക്തിയായ ദൂത് കൊടുത്തു വരുമ്പോഴും അവനെ ദൈവത്തെ വിശ്വസിക്കുന്നില്ല, പരീക്ഷിക്കുകയാണ്, മുഷിപ്പിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു നിങ്ങൾ ആ കോണ്ടക്സ്റ്റിലേക്ക് വരണം. ഈ പുസ്തകം നമ്മൾ ഈ വാക്യം തന്നെ മുറിച്ചെടുക്കരുത്. കോണ്ടക്സ്റ്റ് മനസ്സിലാക്കണം. ഇങ്ങനെ പറഞ്ഞ് വന്ന സത്യം പറഞ്ഞ് ഇതായിരുന്നു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിച്ചത്. നിങ്ങളെ കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. ശരിക്കൊരു പ്ലാനുണ്ട്. ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകും. രണ്ടാമത്തെ പറയാം. ഒന്ന്, ഇത് പറയാൻ ആര് പോകും? രണ്ടാമത് ആര് പോകും? ഞാൻ എൻ്റെ മോനെ അയക്കും. ഞാൻ എൻ്റെ മകനെ അയക്കും. ഇതിന് പരിഹാരം ആരുണ്ട്? ആർക്ക് ചെയ്യാൻ കഴിയും? ഈ ജനസമൂഹത്തെ വീണ്ടെടുക്കാൻ ആർക്ക് കഴിയും? വീണ്ടെടുപ്പ്, റെസ്റ്റോറേഷൻ, റിഡംഷൻ ആർക്ക് ചെയ്യാൻ സാധിക്കും? ആർക്കും പറ്റത്തില്ല. യെശയ്യാവിന് പോലും കഴിയുന്നില്ല. പക്ഷെ അവനെ സന്ദേശം കൊടുക്കാൻ പറ്റും. അവനെ അയച്ചു. അവൻ സന്ദേശം പറഞ്ഞു, നീ ചോദിക്കണ്ട, ദൈവം ഒരു അടയാളം തരും എന്നാണ്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അടുത്ത വാക്യം, അവൻ ഇമ്മാനുവേൽ എന്ന്. ഇതിന് പരിഹാരം ഒരിക്കലും ഓടിപ്പോകാതെ കൂടെ ഇരിക്കുന്ന ഒരു മോനെ തരാൻ വേണ്ടി പോകുക. എന്ത് വസന്തി വന്നാലും പതറാത്ത, എൻ്റെ മകനെ ഞാൻ അയക്കാൻ പോവുക. നിങ്ങൾ ഈ പുസ്തകം പഠിച്ചു നോക്കണം. എൻ്റെ റെവലേഷൻ ഇങ്ങനെ പോവുകയാണ്. ഞാൻ അടയാളം തരാം, കന്യക ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ, ദൈവം നമ്മുടെ കൂടെ. ഇതേ ഭാഗം തന്നെയാണ് മത്തായി ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു ഇന്നിപ്പം നമുക്കറിയാം, അതായത് കഷ്ടാനുഭവ ആഴ്ചയാണ്. യേശുവിനെ ജനനമുറക്കം ചിന്തിച്ച് നോക്കണം. ഇവിടെ നോക്കുക, ഒന്നാമത് പറയുന്ന ദൂത് അതാണ്, കന്യക ഗർഭിണി മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. പിന്നെ നമുക്ക് എടുക്കണ്ട. ഇനി എൻ്റെ 14 വാക്യം വായിക്കാം. 18 വാക്യം. 18. അന്നാളിൽ യഹോവ മിസ്രയീമിലെ നദികളുടെ അറ്റത്ത് നിന്ന് കൊതുകിനെയും അശൂർ ദേശത്ത് നിന്ന് തേനീച്ചയെയും ചൂള കുത്തി വിളിക്കും. അവയൊക്കെയും വന്ന് ശൂന്യമായ താഴ്വരകളിലും പാറപ്പിളർപ്പുകളിലും എല്ലാ മുൾപടർപ്പുകളിലും എല്ലാ മേച്ചൽ പുറങ്ങളിലും. ഇതൊക്കെ വലിയ ഹിസ്റ്ററിയാണ്. ഇതൊക്കെ വായിച്ചൊന്നും മനസ്സിലാവത്തില്ല. വ്യക്തമായി പറഞ്ഞു കൊടുത്തു. ഞാൻ തേനീച്ച പോലെ, കൊതുകിനെ പോലെ ഞാൻ അസ്രീയ സൈന്യത്തെ അയക്കും. ആ വന്നിട്ട് ഈ ഇസ്രായേലിനെ മുഴുവൻ ഷേവ് ചെയ്യുന്ന പോലെ തൂത്തുകളയും. അപ്പം നിനക്കെതിരെ ശത്രുവിനെ ഇനി ഒരിക്കലും കാണാതെ വണ്ണം നശിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ദൈവമക്കളെ ഒന്ന് ആമേ ഒന്നുകൂടെ പറഞ്ഞാട്ട്, വ്യക്തിപരമായ ജീവിതത്തിൽ നീ വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ എത്ര ഭയജഗതയായി ഓടിപ്പോകാൻ ശ്രമിക്കുന്നെങ്കിലും ദൈവം നിന്നെ കൈവിടത്തില്ല, ഒരിക്കലും കൈവിടത്തില്ല. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ കർത്താവാണ്. അല്ല, ഇതെങ്ങനെ സംഭവിക്കുന്നു ചോദിക്കാൻ പോലും മടിയായിട്ട് ഇരുന്ന അവനോട് പറയുകയാണ്, ഞാൻ കൊതുകിനെയും തേനീച്ചയൊക്കെ വരുത്തി ഹല്ലേലൂയ അവരെ നശിപ്പിച്ചു കളയാൻ വേണ്ടി പോകുക. ദൈവത്തിന് കൊതുക് മതി, തേനീച്ച മതി. ഒന്ന് ആത്മാവിൽ ഉല്ലസിക്കാമോ? ഭാരത മണ്ണിൽ ദൈവസഭയ്ക്കെതിരെ കർത്താവിന്റെ നാമത്തെ ഉയരുന്ന ശക്തികളെ തൂത്ത് തുളച്ചു കളയുവാൻ, ക്ഷൗരം ചെയ്തതുപോലെ കളയുവാൻ കർത്താവിന് കഴിയാം. ഹല്ലേലൂയ. അവസാനം രസകരമായ കാര്യമാണ്. അവർക്ക് മുന്തിരിവള്ളി ഇല്ല, ഒന്നുമില്ല, മുള്ളും പറക്കാരേ ഉള്ളൂ. ആകെപ്പാടെ ഉള്ളത് കുറച്ച് ആടാണ്. അതുകൊണ്ട് ഇഷ്ടംപോലെ പാലും ഉണ്ട്. പിന്നെ ബാക്കി ഉറവെച്ച് തൈരും, പാലും തൈരും കൊണ്ട് തേനും മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ 8 വായിക്കുന്നുണ്ട്. 8-ന്റെ 1-ാം വാക്യം പോലെ വായിച്ച്, യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ ഒരു വലിയ പലക എടുത്ത് സാമാന്യ അക്ഷരത്തിൽ മഹേർ ശാലാൽ ഹാസ് ബസ് എന്നെഴുതുക. ഞാൻ ഊരിയ പുരോഹിതനെയും യെബര്യാഖിന്റെ മകനായ സഖരിയാവെയും എനിക്ക് വിശ്വസ്ത സാക്ഷികളാക്കി വെക്കും. ഇതൊക്കെ വലിയ 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 കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ. നമുക്ക് അതിൽ കാതലിങ് എടുത്താൽ മതി. അത് ഒരുപാട് പോകേണ്ട കാര്യമില്ല. എന്നിട്ട് ഒരു മോനും കൂടെ അവൻ ലഭിക്കാൻ പോവുകയാണ്. നോക്കുക 3-ാം വാക്യം, ഞാൻ പ്രവാചിയുടെ അടുക്കൽ
ചെന്നു. ഞാൻ പ്രവാചകിയുടെ അടുക്കൽ ചെന്ന് അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. യഹോവ എന്നോട് അവന് മഹേർ ശാലാൽ ഹാഷ് 2 മക്കൾ. ഒന്നാമത്തെ പേരിന്റെ അർത്ഥം ഒരു ശേഷിപ്പുണ്ടായിരിക്കും. രണ്ടാമത്തെ മോൻ്റെ പേരിന്റെ അർത്ഥം വേഗത്തിൽ കൊള്ളയിടും. എത്രയും വേഗം ശത്രുവിനെ ദൈവം ചെയ്യും, കൊള്ളയിടും. ഒരു ശേഷിപ്പുണ്ട്, ഒരിക്കലും ശേഷിപ്പില്ലാതെ അവൾ നശിപ്പിക്കത്തില്ല. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവം നമ്മളെ തള്ളിക്കളയത്തില്ല. കാർമേഘം ഉയർന്നാലും അവൻ നമ്മളെ തള്ളിക്കളയത്തില്ല. പ്രതികൂലമേറിയാൽ നമ്മളെ കൈവിടത്തില്ല. അവൻ വിളിച്ച വിശ്വസ്തനാണ്. രണ്ടാമത് അത് വേഗം സംഭവിക്കും. വിടുതൽ വേഗം സംഭവിക്കും. അത് വേഗം സംഭവിക്കും. ക്വിക്ക് ബ്ലണ്ടർ, പെട്ടെന്ന് കൊള്ളയിടാൻ വേണ്ടി പോവുകയാണ്. ഈ 2 മക്കളവനുണ്ട്. ആ മോൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഈ മോന് ജനിക്കുമ്പോൾ അവളെ ഇവരെല്ലാം ഒന്ന് ആക്രമിച്ച് മുന്തിരിത്തോട്ടം എല്ലാം പോയി. ഈ പാകപ്പാടെ കുറച്ച് ആടുമുണ്ട്, അതിൻ്റെ കുറച്ച് പാലും ബാക്കി തൈരുമുണ്ട്, പിന്നെ കുറച്ച് കാട്ടിലും തേനുണ്ട്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പൈതൽ ഉപജീവിക്കും എന്നാ പറഞ്ഞു. അപ്പോൾ ആ സമയം ആകുമ്പോഴേക്കും സംഭവിക്കാൻ പോകുന്ന കാര്യം ഈ അസിറിയൻ സൈന്യം നശിപ്പിക്കപ്പെടും. ഇത് രസമാണ് പഠിക്കുന്നത്. ഒത്തിരി പഠിക്കേണ്ട വിഷയങ്ങളാണ്. ദൈവം അവിടെയുണ്ട്. ഹബക്കൂക്ക് ചോദിച്ചു, ദൈവമേ അയ്യോ ഇതെന്തോ സംഭവിക്കുന്നത്? ആവലാതി. അവൻ ദിവസം ചോദിക്കുന്നത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒന്നാമത്തെ അയ്യം വിളിക്കുന്നു, ആവലാതി പറയുന്നു, അവൻ കാത്തിരിക്കുന്നു, വിപ്രവരാഗത്തി പാടുന്നു. തമ്പുരാൻ പറഞ്ഞു, മോനെ നീ പേടിക്കണ്ട, ദൈവം ഇപ്പോഴും അവിടെയുണ്ട്. The Lord is in his holy temple. Let all the people keep silent before him. എന്തെല്ലാം സംഭവിച്ചാലും ഇവിടെ കർത്താവ് ഇന്ന് സ്വർഗ്ഗത്തിലുണ്ട്. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് ജീവിക്കുന്നവനാ. അവനൊരിക്കലും മാറുന്നവനല്ല, അവനൊരിക്കലും പരാജയപ്പെടുന്നവനല്ല. നമുക്ക് പാസ്റ്റർ പറഞ്ഞല്ലോ, ഉയരങ്ങളിലേക്ക് നോക്കി അവനെ ആരാധിക്കാം, ഉപവാസത്തോടെ അവനെ ആരാധിക്കാം. അവൻ ജീവിക്കുന്നവനാ. ഹല്ലേലൂയ. അന്ത്യോക്യ സഭയിൽ അവന് ഉപവാസിക്കുമ്പോൾ ദൈവം ഒരു വലിയ മിഷന് വേണ്ടി വാത് തുറക്കുകയായിരുന്നു. ഈ സഭയെ സംബന്ധിച്ചും ചില മിഷനിലേക്ക് ദൈവം നീക്കാൻ ആഗ്രഹിക്കുക. ഞാൻ പറഞ്ഞതുപോലെ അനേക സംസ്ഥാനങ്ങളിലെ അനേക ദേവാസന്മാരെ ബലപ്പെടുത്തുവാനായിട്ട്, അവരെ ആത്മീയമായിട്ട് ശക്തിപ്പെടുത്തുവാനായിട്ട്, അവർ കൈത്തൽ കൊടുക്കുവാൻ നിങ്ങളെ ഉയർത്തി ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഒരിങ്ങളെ നോക്കിയാണ്ട് ബർന്നബാസിനെ ശൗലിനെ അയച്ചതുപോലെ ഐക്യത്തക്ക നിലയിൽ നമ്മുടെ സഭയെ നീ വിശാലമാക്കട്ടെ. ഹല്ലേലൂയ. അനേക മിഷൻ ഫീൽഡുകളിലേക്കുള്ള വാത് തുറക്കേണ്ട കർത്താവ്. ഹല്ലേലൂയ. ഇതുവരെ എത്തിപ്പിടിക്കാത്ത മേഖലകളിലേക്ക് അനേകരെ കൈവച്ച് അയക്കുവാൻ ദൈവം ഈ സഭയെ സഹായിക്കട്ടെ. ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം അതായി മാറട്ടെ. അവർ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നില്ല, അവർ ഉപവസിച്ച് ആരാധിക്കുകയായിരുന്നു. ആരാധനയെങ്കിൽ ദൈവത്തിന്റെ ഹിതം വെളിപ്പെട്ടു വന്നു. വെളിപ്പെട്ട് വന്നപ്പോൾ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കൈവച്ച് പറഞ്ഞയച്ചു. ഹല്ലേലൂയ. അവരെ വെളിപ്പാട് കിട്ടിയപ്പോൾ, ദൂത് കിട്ടിയപ്പോൾ അതിനനുസരിച്ച് സ്റ്റെപ്പ് എടുത്തവരെയുള്ളവരെ ചില പ്രൊജക്റ്റുകൾ, ചില പുതിയ നീക്കങ്ങൾ, ചില മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദൈവാത്മാവ് ഉപവാസം അത് ഉപയോഗിക്കാൻ വേണ്ടി പോകുക. ഒന്ന് ആത്മാവ് ഉല്ലസിച്ചാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്ത്യോക്യയിലെ കുറച്ചുപേരെ ഉള്ളൂ, അവർ കുറച്ചുപേരെ ഉള്ളൂ. അവർ ടീച്ചേഴ്സാണ്, പ്രൊഫസറാണ്. എന്നാൽ അവരുടെ ചില മിഷണറിമാരെ ആവശ്യമായിരിക്കുന്നു. അല്ലെങ്കിൽ പാസ്റ്റർമാരുള്ളത് 2 പേരാണ്. അത് ബർന്നബാസും സോലുമാണ്. 2 വർഷം അവർ പാസ്റ്റേഴ്സ് ആയിരുന്നു. എന്നാൽ അവരിവിടെ ഇരുന്നാൽ പോരാ, അവരെ അയക്കാൻ മിഷണറിമാരായിട്ട്. ഇവിടെ പ്രവർത്തിക്കുന്ന ചില നിവാസന്മാരെ കേവലം ഇവിടെ ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രമല്ല, അനേകങ്ങളിൽ അയക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ, അവരുടെ പേര് പറയുമ്പോൾ അവരെ കൈവച്ച് അയക്കുന്ന ചില ശുശ്രൂഷകൾക്കായി നമുക്ക് ഒരുങ്ങാം. ഈ എക്സോസിൽ നിന്ന് ചില നിവാസന്മാരെ കർത്താവ് വിളിച്ചവരെ വേർതിരിച്ചയച്ച് ഹല്ലേലൂയ ദൈവത്തിന്റെ വേല വ്യാപകം കർത്താവ് ആഗ്രഹിക്കുക. നമുക്ക് സ്തോത്രം ജാഗരിക്കാം. ഹല്ലേലൂയ. 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 ഇതൊന്നും യാദൃശ്യമല്ല പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പദ്ധതിയാണിത്. ഇവിടെ വായിക്കുന്നത് ആ മോൻ ഈ പേരിടണം. 2 പേരുണ്ട്, 2 മക്കള്. അത് കഴിഞ്ഞ് നോക്കണേ, അതിൻ്റെ 7-ാം വാക്യം വായിച്ച്. അത് കാരണത്താൽ തന്നെ യഹോവ നദിയിലെ ബലമേറിയ പെരുവെള്ളത്തെ അശൂർ രാജാവിനെയും അവന്റെ സകല മഹത്വത്തെയും തന്നെ അവരുടെ മേൽ വരുത്തും. കണ്ടോ, യഹൂദക്കെതിരെ വന്ന 2 രാജാക്കന്മാരെ നശിപ്പിക്കാനായിട്ട് ആര് വരുന്നു? അശൂർ വരുന്നു. എങ്ങനെയാ വരുന്നത്? ഒരു വലിയ നദിയിലെ ബലമേറിയ പെരുവെള്ളം പോലെ വരികയാണ്. അശൂർ രാജാവിനെയും അവന്റെ സകല മഹത്വത്തെയും തന്നെ അവരുടെ മേൽ വരുത്തും. അത് അതിന്റെ എല്ലാ തോടുകളിലും പൊങ്ങി അതിന്റെ എല്ലാ കരകളെയും കവിഞ്ഞൊഴുകും. അത് യഹൂദയിലേക്ക് കടന്നു വരും, കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും. അതിന്റെ വിടർന്ന ചിറക് ഇമ്മാനുവേലെ നിന്റെ ദേശത്തിന്റെ വീതിയെ മൂടും. ഒന്ന് ചിന്തിക്കാമോ, വല്ല ദൂതുണ്ടോ അതിനകത്ത്? ഈ അസിറിയ സൈന്യം വന്ന് ഈ സിറിയ രാജ്യത്തെയും ഇസ്രായേലിനെല്ലാം വിളിച്ച് മുക്കി കളയുമ്പോൾ അത് കഴുത്ത് വരെയും പൊങ്ങത്തുള്ളൂ, യഹൂദ മുങ്ങിപ്പോകത്തില്ല. കാരണം ഇമ്മാനുവേൽ
ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇനി മേലിൽ നിന്നെ മുക്കുവാൻ കഴിയത്ത കാരണം ദൈവം നിന്റെ കൂടെയുണ്ട്. ഓ ഇമ്മാനുവേൽ, ഹല്ലേലൂയ. നമുക്ക് ആത്മാവിൽ ഉല്ലസിക്കാം. ആ വെളിപ്പെടുന്നത് കണ്ടാട്ടെ. ഒരു ശിശു ജനിച്ചിരിക്കുന്നു, അവൻ ഇമ്മാനുവേൽ പേരിടണം. അതെ, അന്ന് തൊട്ട് ഇനി ഒരിക്കലും ഈ ദൈവസഭ പൊളിയാൻ പോകുന്നില്ല, ദൈവപദ്ധതി പൊളിയാൻ പോകുന്നില്ല. ഹല്ലേലൂയ. മോശയുടെ പ്രമാണം കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ട് കഴിയാത്ത കാര്യം സാധിപ്പിക്കാൻ ദൈവം പുത്രനെ അയച്ചിരിക്കുക. അവൻ ഭൂമിയിൽ വരാൻ പോവുക. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. വെള്ളം കഴുത്തോളം പൊങ്ങുമെങ്കിലും നിന്നെ മുക്കിക്കളയില്ല. കാരണം ഇമ്മാനുവേലേ, 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 നിന്റെ ദേശത്തിന്റെ വീതിയെ മൂടും, അതിന്റെ വിടർന്ന ചിറക്. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് പേടിപ്പാനില്ല. ആത്മാവിലൊന്ന് ഏറ്റെടുത്തല്ലേ, വ്യക്തിപരമായി, സഭയായി, രാഷ്ട്രമായി. ഹല്ലേലൂയ. ഞാൻ വിശ്വാസത്തിൽ അപ്ലൈ ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിൽ ഒരിക്കലും മഹത്തര പ്രവൃത്തി നടക്കാൻ വേണ്ടി പോകുക. എനിക്കറിയില്ല ഞാൻ പറയുന്നത് എന്താണെന്ന്. ദൈവത്തിന്റെ പ്രവൃത്തി സമയമായി ഞാൻ കാത്തിരിക്കുക. എനിക്ക് 73 വയസ്സ് കഴിഞ്ഞു. ഞാൻ കാത്തിരിക്കുന്നു ദൈവം ഇന്ത്യ സന്ദർശിക്കാൻ പോകുന്നതായിട്ട്. ഒരു മുഴുവൻ അയക്കാൻ പോവുക. നമുക്കത് കാണണം, കാണണം, കാണണം. അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഇതിലുണ്ടാകാത്ത ഉണർവ് ഒരു വലിയ ആത്മപകർച്ച വായിക്കാൻ പോവുക. ഓ അന്ത്യകാല ഉണർവ് ഇന്ത്യയിൽ ആരംഭിക്കട്ടെ. ഇന്ത്യയിൽ നിന്ന് മിഷണറിമാർ ലോകത്താനകത്ത് കടന്നു പോകട്ടെ. അല്ലെങ്കിൽ ഒന്നൊരുമിച്ച് മിഷണറിമാര് ഇവിടെ വന്നത് CMS LMS വന്നതുപോലെയല്ല. മാസം വന്നു ഇവിടുന്ന് അനേകം മിഷണറിമാർ ഇവിടുത്തെ ഓരോ സഭകളിൽ നിന്നും കടന്നു പോകട്ടെ. ഈ XRC എറണാകുളത്തെ പ്രധാനപ്പെട്ട ഈ പട്ടണത്തിൽ നിന്ന് അനേകം അയക്കാൻ പ്രാപ്തമാകട്ടെ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. അപ്പൊ ഇനിയും ഇമ്മാനുവേൽ ഉള്ളത് കൊണ്ട് ഒന്നും പേടിക്കാനില്ല. പിന്നെ എന്ത് ചെയ്യണം? 9-ാം വാക്യം മുതൽ വായിച്ച്. ജാതികളെ കലഹിപ്പിൻ, തകർന്നു പോകുവിൻ. സകല ദൂരദിക്കുകാരുമായുള്ളവരെ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. Be shattered, O you peoples, and be broken in pieces. ഇനി നിങ്ങളെതിരെ വരുന്ന പാർട്ടിയെല്ലാം തകർത്തരിപ്പണമായി പോകും. സഭ ശ്രദ്ധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവസഭയ്ക്കെതിരെ നിൽക്കാൻ ഒരിക്കലും കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ദൈവസഭ വെളിപ്പെടാൻ വേണ്ടി പോയോ? ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. നിങ്ങൾ കലഹിച്ചോ, എന്ത് സംഭവിക്കും? തകർന്നു പോകത്തേ ഉള്ളൂ. ജാതികൾ കലഹിക്കുന്നതും ജാതികൾ എഴുന്നേൽക്കുന്നു, അതുപോലെ ആലോചിക്കുന്നു. യഹോവയ്ക്കും അവന്റെ അഭിഷേകത്തിനും വിരോധമായി സ്വർഗ്ഗത്തിൽ വസിക്കുന്നവൻ ഇരിക്കുന്നു. കർത്താവരെ, ഓ ഇന്ന് പകൽക്കാലം നമുക്ക് ആത്മാവിൽ ഉല്ലസിക്കാൻ പ്രിയമുള്ളവരെ. നിങ്ങൾ കലഹിച്ചു കൊള്ളുക, നിങ്ങൾ തകർന്നു പോകത്തേ ഉള്ളൂ. ഇനിയും സകല ദൂരക്കാരുള്ളവരെ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുവിൻ. അര കെട്ടിക്കൊള്ളുവിൻ, ശ്രദ്ധിച്ചു കേട്ട് അര മുറുക്കിക്കൊള്ളുവിൻ. എന്തിനു വേണ്ടിയാ? Gird yourselves but be broken in pieces. ഹല്ലേലൂയ. ഇത് ആത്മാവെന്ന് പറഞ്ഞേ, ഇത് സ്പിരിച്വൽ വാർഫെയർ ആണ്. അല്ലെങ്കിൽ നിനക്കെതിരെ എത്ര ശക്തിയോടെ ശത്രു കെണിയൊരുക്കി കൂട്ടുകെട്ടി വന്നാലും നീ പറ, നീ ചെയ്തോ, നീ ചെയ്യാവുന്നൊക്കെ ചെയ്തോ, നീ തകർന്നു പോകത്തേ ഉള്ളൂ. യു വിൽ ബി ബ്രോക്കൺ ഇൻടു പീസസ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലെ അറിയപ്പെടാത്ത മേഖലകളിലൊക്കെ ശത്രു ഒരുക്കി കൂട്ടിവെച്ചിരിക്കുന്ന പല കാര്യങ്ങളും തകർന്നു പോകട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, ദേശത്തുള്ള ശത്രു നീക്കങ്ങളെ തകർക്കുക. ഈ ഉപവാസത്തിന്റെ ഫലമായി അത് തകരാൻ വേണ്ടി പോവുകയാ. ഏറ്റെടുത്താണ്. ഹല്ലേലൂയ. നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ, നിങ്ങൾ കലഹിച്ചോ, തകർന്നു പോകും. ഭൂതക്കാരെ ശ്രദ്ധിച്ചോ, നിങ്ങൾ അര കെട്ടിക്കൊള്ളുക, തകർന്നു പോകും. അര കെട്ടി കൊള്ളുവിൻ, തകർന്നു പോകുവിൻ. പിന്നെ കൂടി അത് നിഷ്ഫലമാകത്തേ ഉള്ളൂ. Take counsel together, but it will come to nothing. ഓ ഇമ്മാനുവേൽ, ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കൂടെ കർത്താവ് ഉള്ളത് കൊണ്ട് തകർക്കുന്ന രാജരാജനായി, ഓ ഹല്ലേലൂയ, അവൻ പെരുവെള്ളം പോലെ നമ്മുടെ ബുദ്ധി ഉള്ളത് കൊണ്ട്, അവൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് അവൻ യുദ്ധവീരനാകയാൽ പേടിപ്പാനില്ല. 10-ാം വാക്യം വായിച്ച്. തകർന്നു പോകുവിൻ, കൂടി ആലോചിച്ചുകൊള്ളുവിൻ, അത് നിഷ്ഫലമായി തീരും. കാര്യം പറഞ്ഞുറപ്പിൻ. എന്താ കാര്യം? സാധ്യമുണ്ടാകയില്ല. അടുത്ത വാക്യം വായിക്കണം. ഇമ്മാനുവേൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടി നടക്കത്തില്ല. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ്? ഹല്ലേലൂയ. അവരുടെ മാംസഭുജമേ ഉള്ളൂ. നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. സഭ ഒന്ന് എഴുന്നേൽക്കണം, സഭ ശക്തമാകണം. സന്നാഹങ്ങളും കരുത്തൊന്നുമല്ല, നമ്മുടെ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ ഇമ്മാനുവേൽ വെള്ളം പൊങ്ങി വന്നാലും കഴുത്ത് വരെ ഉള്ളൂ. ഹല്ലേലൂയ. ആലോചിച്ച് ഉറച്ചാൽ നടക്കത്തില്ല. ഇമ്മാനുവേൽ. ഹല്ലേലൂയ.
ഇമ്മാനുവേൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ശത്രുക്കൾ വന്ന് അവരെ നശിപ്പിച്ച് കളയും. ശത്രുവിന് തകർത്ത് കളയും. അവൻ ശത്രു ദൈവം തകർക്കും. ജയം നമ്മുടേതാ പ്രിയമുള്ളവരെ. അതുകൊണ്ട് സമയത്ത് അവസാനിപ്പിക്കാം. മുന്നോട്ട് വന്നിട്ട് അടുത്ത ഭാഗം വായിക്കാം. യഹോവ ബലമുള്ള കൈകൊണ്ട് എന്നെ പിടിച്ചു ചെയ്തത് ഞാൻ ഈ ജനത്തിന്റെ വഴിയിൽ നടക്കാതെ ഇരിക്കേണ്ടതിന് എനിക്ക് ഉപദേശിച്ചു. യെശയ്യാവേ, മക്കളെ, ദൈവദർശനം പ്രാപിച്ച ദൈവദാസന്മാരെ, നിങ്ങൾ ജനിപ്പിച്ചെടുത്ത ഒരു ശേഷിപ്പുണ്ടെന്ന വിശ്വാസത്തോടുകൂടെ, പെട്ടെന്ന് സംഭവിക്കുന്ന വിശ്വാസത്തോടുകൂടെ ജീവിക്കുന്ന യെശയ്യാവും കുടുംബമേ, നിങ്ങൾ ഇവരെ പോലെ പോകരുത്. ഇതൊക്കെ ചുമ്മാ പറയും. കുറെ ചെറുപ്പക്കാർ ഒച്ച ഉണ്ടാക്കുന്നത് ബഹള. എന്താ പറയുന്നത്? യെശയ്യാവിനെ കൈ പിടിച്ച് പറയാം, മോനെ, നീ ജനത്തിന്റെ വഴിയിൽ നടക്കാതിരിക്കേണ്ടതിന് എനിക്ക് ഉപദേശിച്ചു എന്തെന്നാൽ ഈ ജനം കൂട്ടുകെട്ടെന്ന് പറയുന്നതിനൊക്കെയും ഇതൊരു വലിയ മർമ്മമാണ്. ഞാൻ ഇത് ധ്യാനിച്ച വചനമാ. അയ്യോ, അവരെല്ലാം നമുക്കിതിൽ എന്തെല്ലാം പേരൊന്നും പറയുന്നില്ല. കൂട്ടുകെട്ട്. നീ അത് പറയരുത്. നിങ്ങൾ നാവിധത വരരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയാവിനെ പോലെ പറയണം. വിളിച്ചോ, വേണമെങ്കിൽ രക്തം ഒഴുകുന്ന വിളിച്ചോ. ദൈവം ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും, അല്ലെങ്കിൽ വെളിയിൽ പോയിരിക്കുകയായിരിക്കും, ടൂർ പോയതായിരിക്കാം. വിളിക്കേ. മതിയായോ? ഇങ്ങോട്ട് വാ. ഹല്ലേലൂയ. ഞാനൊരു ദാസനാണെന്നും നീ എന്നെ അയച്ചെന്നും ജനം അറിയത്തക്ക വേണം. ഓ ഹല്ലേലൂയ, തീ ഇറക്കിയ ഏലിയാവിനെ പോലെ. ഹല്ലേലൂയ. ഇസ്കിയാവിനെ വെച്ച് നമ്മൾ എഴുതുന്നുണ്ട്. ചിലപ്പോൾ എടുക്കാൻ ഒത്തുതരില്ല. ഇസ്കിയാവിന് പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക് പ്രവചനം വന്നു. ഇസ്രായേൽ കന്യകയായ പുത്രി, ഒരു കൊച്ചു പെൺകുട്ടി പറയാ, ആരെയാടാ നീ കളിയാക്കിയത്? ലോകൈക സാമ്രാജ്യമായ ആസ്ത്രീയൻ സൈന്യം പറയാ, നീ ആരെയാടാ കളി? ഒരു കൊച്ചു പെണ്ണ്, അവൾ തലകുറുക്കുക, ആരെയാടാ നീ കളിയാക്കിയത്? നിന്നെ മൂക്കത്ത് കൂത്തിനെ കൊണ്ടുപോകും. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ഒരു ദൂതനെ അയച്ചതേ ഉള്ളൂ. ആ പെൺകൊച്ചു പറഞ്ഞതുപോലെ ദൈവമക്കളെ, ദൈവസഭ ഒരു കൊച്ചു പെണ്ണിനെ നമ്മൾ പറയുകയായിരുന്നു. ദൂതൻ ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിച്ചു. ഒറ്റ ദൂതനെ കൊണ്ട് ആസ്ട്രിയൻ സൈന്യ നായകന്മാരായ 1.5 lakhs ആൾക്കാരെ കൊന്നു കളഞ്ഞു. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ത്യയിൽ ഒരു വലിയ ഉണർവ് നടക്കാൻ പോവുക. എന്നിട്ട് നീ അങ്ങനെ ഒന്നും പറയരുത്, കൂട്ടൊന്നും പറയരുത്. ഈ ജനം കൂട്ടുകെട്ടെന്ന് പറയുന്നതിനൊക്കെ കൂട്ടുകെട്ടെന്ന് നിങ്ങൾ പറയരുത്. അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ അങ്ങനെ പറയരുത്. ഭയപ്പെടരുത്. ഞാൻ എന്റെ ദേശത്തേക്ക് ഞാൻ പറയട്ടില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള സ്ഥലം പോലെ കാസർഗോഡ്. മുഖാമുഖം വിചാരം കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ കർത്താവാരാ? അങ്ങനെ പറയരുത്. എന്ത് കൂട്ടുകെട്ടാ? നോക്കുക, ഞാൻ ആദ്യം വാടകയ്ക്ക് വീട്ടിൽ താമസിച്ച് എന്നെ അടിച്ചിറക്കി വിട്ട് മുസ്ലിങ്ങളായിരുന്നു. അങ്ങനെ എത്ര വീട് മാറുന്നറിയാവും. ഇപ്പോൾ മനോഹരമായ ആരെയുണ്ട്. പക്ഷെ വന്നില്ലല്ലോ, വീട്ടിലല്ലേ അന്ന് വന്നത്. ഇപ്പോൾ ടൗണിൽ മനോഹരമായ ടൗണിലെടുത്ത് മനോഹരമായ ഹോളുണ്ട്. നിങ്ങൾ വരണം. പ്ലാൻ കണ്ടായിരുന്നു, പൂർത്തിയായിട്ട് കണ്ടില്ല. ഇന്ന് മിക്കവാറും കോൺഫറൻസിൽ വന്നുകൊണ്ടിരിക്കുക. ഇന്നലെയും നോക്കിക്കൊണ്ടായിരുന്നു. നോക്കുക, വായിച്ചാണ്ട്. അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിച്ചു പോകുകയും അരുത്. സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിപ്പിൻ. അവൻ തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയുമായിരിക്കട്ടെ. പത്രോസിന്റെ 1-ാം ലേഖനം എടുത്ത് ഇതൊന്ന് 65 പ്രാവശ്യം കൊട്ടിയിരിക്കുന്നത്. പത്രോസ് ഇത് കൊട്ടിയുന്നുണ്ട്. ഈ ഭാഗം എടുക്കാമോ, വായിക്കാമോ? 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 14 മുതൽ. നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണത്തിൽ ഭയപ്പെടുകയും. ഇതാണ് കൊണ്ടിരുന്നത്. പീഡനത്തിലേക്ക് പോകുന്ന സഭയോട് പറയുകയാണ്, നിങ്ങൾ ഭീഷണം വരുമ്പോൾ ഭയപ്പെടരുത്. അവരുടെ ഭീഷണത്തിൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി ശുദ്ധീകരിപ്പിൻ. ഈ വാക്യം ഏതാ? യെശയ്യാവിന്റെ വാക്യമാ. സാങ്ക്ടിഫൈ ക്രൈസ്റ്റ് ആസ് ലോർഡ് ഇൻ യുവർ ഹാർട്ട്സ്. നമ്മുടെ ഹൃദയത്തിൽ കർത്താവായി കഴിഞ്ഞപ്പോൾ എന്തുവാ പേടിക്കാനാ? പണ്ട് സൺഡേ സ്കൂളിൽ ഒരു ചോദ്യം ചോദിച്ചു, മക്കളെ, നിങ്ങൾ കർത്താവായിട്ട് ഒരു മുറിക്ക സംസാരിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് ആരോ മുട്ടി, നീ എന്ന് പറഞ്ഞപ്പോൾ സാത്താൻ നിൽക്കുക, നീ എന്ത് ചെയ്യും? ഞാനവൻ തെളിവ് കളയും, നിന്നെ അവൻ തട്ടിക്കളയും. അപ്പം പിന്നെ വേറെ വെച്ച് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യും, സാത്താനാണെങ്കിൽ കഥ അടച്ചിട്ട് വന്നിട്ട് കർത്താവിനെ അങ്ങോട്ട് അയക്കും. അപ്പോൾ പുറകെ ആരെ കാണുന്നത്? കർത്താവിനെ അവൻ ഓടിക്കോളും. ഇത്രയുള്ള കാര്യം. നമ്മൾ പോയാൽ അവൻ നമ്മളെ വിഴുങ്ങിക്കളയും. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, നീ വലിയ കാര്യമൊക്കെ പറഞ്ഞതിനെ കുറിച്ച്, യഹോവ ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? ഒരു ചിന്തയുള്ളൂ, നീ പരാക്രമശാലിയാ. എൻ്റെ കർത്താവ് ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ല. ഒന്ന് പറഞ്ഞു നോക്കിയാൽ പറയും, ഇന്ത്യ രാജ്യം നമ്മുടെ കർത്താവിൻ്റെതാ, ഭൂമി എൻ്റെ കർത്താവിൻ്റെതാ. കർത്താവ് വില കൊടുത്ത് വാങ്ങിയതാണ് ഈ ഭൂമി. വെളിപ്പാടിൽ വായിക്കുന്നത്, പുസ്തകം വാങ്ങാൻ ആരുടെ യോഗ്യൻ? മുദ്രയോട് ആരുടെ യോഗ്യൻ? ആരുമില്ല. യോഹന്നാനും കരഞ്ഞു പോയി. കരയേണ്ട ആവശ്യമില്ല. പുള്ളി അറുക്കപ്പെട്ട കുഞ്ഞാട്, അവൻ യഹൂദ സിംഹമായവനാ. അവൻ പുസ്തകം വാങ്ങാനും പൊട്ടിപ്പാനും യോഗ്യൻ.
അപ്പൊ എല്ലാവരും നമസ്കരിക്കുക. കുഞ്ഞാടേ നീ യോഗ്യൻ. ഹല്ലേലൂയ. ആ പുസ്തകം വാങ്ങാൻ ഈ ഭൂമിയുടെ പ്രമാണമാണെന്നാണ് പറഞ്ഞത് പച്ചമാർ പ്രസംഗിക്കുന്നത്. ഈ ഭൂമിയുടെ ഡോക്യുമെന്റ്സ് ആണ്. ഈ ഭൂമിയെ വിലയ്ക്ക് വാങ്ങാൻ യോഗ്യൻ ആരേ ഉള്ളൂ? ആരും വീടെടുക്കും? കർത്താവ് വീടെടുത്താനാ. ചോര കൊടുത്തതാ. കുഞ്ഞാടെ നീ അറക്കപ്പെട്ടു, രക്തം കൊണ്ട് ഞങ്ങളെ, അതുകൊണ്ട് ഞങ്ങൾ ഭൂമിയിൽ വാഴാൻ പോവുക. കർത്താവ് വില കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞു. നിന്റെ അല്ല സത്താനെ, നിന്നെ പുറത്ത് തള്ളി കളഞ്ഞു. ഇത് ഞങ്ങളുടെ അപ്പൻ വില കൊടുത്ത് വാങ്ങിയ സ്വത്താണ്. അടിച്ച് പുറത്ത് കളയവനെ. ഹല്ലേലൂയ. കുഞ്ഞാടെ നീ യോഗ്യൻ, നീ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി രാജകന്മാരാക്കി വെച്ചിരിക്കുക. ഞങ്ങൾ ഭൂമിയിൽ വാഴാൻ പോവുക, ഞങ്ങൾ വാഴാൻ പോവുക. മറ്റേ അവൻ വീണവനാ, നമ്മൾ വാഴുന്നവരാ. ഹല്ലേലൂയ. രക്തത്തിൽ ജയം. ഹല്ലേലൂയ. രക്തത്തിന്റെ വിലയാ നമ്മൾ. ഓ രക്തത്താലും നമ്മൾ സാധനം ജയിക്കണം, അപവാദിയെ ജയിക്കണം, നമ്മൾ ആത്മധൈര്യം പ്രാപിക്കണം. ഇമ്മാനുവൽ വന്നതോട് നമ്മൾ ധൈര്യമായി ഇല്ലേ? ഇനി മുന്നോട്ട് പോകാൻ നമുക്ക്. അപ്പോൾ ഈ വാക്യം നിങ്ങൾ എന്ത് ചെയ്യണം? അവർ പറയുന്നൊന്നും പറയരുത്, കുട്ടികളൊന്നും പറയരുത്, ഭ്രമിച്ചു പോകരുത്, ഭയപ്പെടരുത്. നമ്മുടെ ഹൃദയങ്ങളിൽ അവനെ ഭയത്തോടുകൂടി, ആരെങ്കിലും ചോദിച്ചാൽ ഭയത്തോടും സൗമ്യതയോടും കൂടി വേണം ഉത്തരം പറയാനായിട്ട്. പ്രതികൂലം വരുമ്പോൾ ഭയപ്പെടാതെ നിൽക്കണം, എന്നിട്ട് ഹൃദയത്തിൽ കർത്താവിനെ വാഴിക്കണം. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. അതിൻ്റെ 18ാമത്തെ വാക്യം. ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും. ഈ വാക്യമൊക്കെ ഭയങ്കര പുതിയ നിയമത്തിന്റെ പ്രധാന വാക്യങ്ങളാണ്. ഇബ്രാഹിം വചന വെളിപ്പാടുകൾ നമുക്ക് കിട്ടണം. ഇബ്രാഹിം 2-ാം അധ്യായത്തിൽ ഈ പുസ്തകം ചുമ്മാ വായിച്ചിട്ട് കാര്യമില്ല. ഇതിനകത്ത് ഒത്തിരി വിലപ്പെട്ട മുത്തുകൾ കിടപ്പുണ്ട്. ഈ ഒരു ഭാഗം യശയ്യാവ് ഇങ്ങനെ പ്രവചിച്ചങ്ങ് വിടുക. പുള്ളിക്കാൻ അറിയാം എന്താ പറഞ്ഞതെന്ന്. കാരണം പത്തോസ് പറയുന്നു, അവർ പറഞ്ഞപ്പോൾ അവർക്കൊന്നും മനസ്സിലായില്ല, അവർക്ക് വേണ്ടി നല്ലത് പറഞ്ഞത്. പക്ഷേ ഇബ്രാഹിം പറയുന്നത്, ഇബ്രാഹിം ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരാം. 13 ആ, ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളുമെന്ന് പറയുന്നു. അപ്പം മാംസരക്തത്തോടു കൂടിയ മരണത്തിന്റെ അധികാരി പിശാചിന് പേടിച്ച് മരണഭീതി കഴിഞ്ഞിരുന്ന നമ്മളെ രക്ഷിപ്പാൻ അവൻ സ്വർഗത്തിൽ നിന്ന് മാംസം ഉള്ളവനായി വന്ന് മരിച്ച് നമ്മളെ വിടുവിച്ച് കൊണ്ടുപോവുക. അനേക പുത്രന്മാരെ തേസിൽ കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടു നിർത്തുമ്പോൾ അവസാനം കർത്താവ് പറയും, ഇതാ ഞാനും എനിക്ക് തന്ന മക്കളും. അപ്പം നോക്കണേ, ഇവിടെ അത് ആ അർത്ഥം ഉദ്ദേശിച്ചിരിക്കുന്നത്. യെശയ്യാവ് പറഞ്ഞു, അവരൊക്കെ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ദൈവം എനിക്ക് ദൂതാണിത്, എന്നെ നീ വായിച്ചതാണെന്ന് പറയാനായിട്ട്. ഇത് ഞാൻ പണ്ട് പറഞ്ഞ ദൂതൊന്നുമല്ലത്, ഇതെനിക്ക് നിന്നെ നാവിനെ നീ തൊട്ടിട്ട് തന്ന ദൂതാണിത്. ഇത് പെന്തക്കോസിൽ അഗ്നി തൊട്ട ദൂതാണിത്. 10 ദിവസത്തിലെ വായിക്കണമെന്ന വാക്കുകൾ കണ്ടപ്പോൾ അവരെല്ലാം വിറച്ചുപോയി, രാഷ്ട്രങ്ങൾ പതറിപ്പോയി. ഹല്ലേലൂയ. നോക്കി അപ്പോഴാണ് ഇവിടെ വായിക്കുന്നത്, ഞാനും എൻ്റെ മക്കളും. ഞാനും ദൈവം നൽകുന്ന മക്കളും. ആ വാക്യം വായിച്ച് യെശയ്യാവിൽ വായിച്ച്, ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും വലിയൊരു ദൂതാണത്. നമ്മള് എബ്രായ ലേഖനത്തിൽ മക്കളെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫുള്ള് പറഞ്ഞാലോ, ഈ മക്കളാരാ? അടയാളങ്ങളും നമ്മളപ്പോൾ ആരാകണം? അവൻ്റെ മക്കളെ നമ്മൾ അടയാളങ്ങളും അത്ഭുതങ്ങളും ആകണം. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് സംഭവിക്കുന്നത്. 10 ദിവസത്തിൻ്റെ മേൽ തീ വന്നപ്പോൾ, തീ വന്നപ്പോൾ ദൈവമക്കളെ അവർക്ക് എത്ര അത്ഭുതം സംഭവിച്ചു. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഈ നാളുകൾ അത്ഭുതങ്ങളാലും അടയാളം മനസ്സ് ഉറപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കുക, എൻ്റെ മക്കൾ, ഞാനും എനിക്കത് മക്കളും ഞങ്ങൾ എന്തായി തീരുന്നു? അടയാളങ്ങളുമായി തീരുന്നു. ഞാനിനി അസമാപനത്തിലേക്ക് വരട്ടെ. 9-ാമത്തിലേക്ക് വരാം. 9-ാമത്തിലേക്ക് വന്നിട്ടൊന്ന് വായിച്ച്. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ട് അവൻ സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം. ഇതിന്റെ ഹിസ്റ്ററി പഠിക്കാൻ വലിയ പാടാ. മത്തായി വായിച്ചു നോക്കണം. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നസറത്തിൽ വന്ന് എൻ്റെ മാനിഫെസ്റ്റോ ഒക്കെ പറഞ്ഞിട്ട് അവനെ കൊല്ലാൻ തുടങ്ങി. കർത്താവ് നേരെ അങ്ങ് ഗലീലയിലേക്ക് പോയി. എവിടെ ചെന്നത്? ഈ സ്ഥലത്താണ് ചെന്നത്, സെബുലൂൻ. ഈ ദേശത്താണ് അസ്രീയക്കാർ വന്ന് ആക്രമിച്ച് നശിപ്പിച്ച സ്ഥലമാണ്. അപ്പം ആർക്കും വേണ്ടാത്ത ആ സ്ഥലത്ത് അല്ലേ കർത്താവ് ചെന്നു. ഇരുളിരുന്ന ജനം വലിയ വെളിച്ചം കണ്ടു. ഇല്ലേ? വായിച്ച് ഇരുളിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പ്രകാശം ഉദിച്ചു, ശോഭിച്ചു. വർദ്ധിപ്പില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാർ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ. നമുക്കൊന്ന് ധ്യാനിച്ചിടങ്ങ് അവസാനിപ്പിക്കാം. ആ ഭാഗം വളരെ മനോഹരം. അത് കത്തി കിട്ടിയാലുണ്ടോ നമ്മളൊക്കെ ഇവിടുന്ന് ആകാശത്തിലേക്ക് പോകും. ഹല്ലേലൂയ. ആർക്കും വേണ്ടാതെ കിടന്ന ആ പ്രദേശത്ത് ഇവിടെ കർത്താവ് കാലുകുത്തി കഴിഞ്ഞപ്പോൾ
ആ ഗലീല കടലിൻ്റെ തീരത്തുള്ള ആ അന്ധകാരപൂർണ്ണമായ ദേശത്ത് കർത്താവ് സഞ്ചരിച്ചപ്പോൾ ഇസ്ലേമിൽ യേശു പോയില്ല. അവൻ നസ്രത്തിലാണ് ജനിച്ചതെങ്കിലും അവിടുന്ന് അവൻ മാറിപ്പോകുന്നു. നസ്രത്ത് മറിയയുടെ നാടാണ്. ആ ബേത്ലഹേമിൽ നിന്ന് അവന് പോകുന്നു. അതുപോലെ അവൻ നസ്രത്തിൽ നിന്ന് പോകുന്നു. അവന് പേര് നസ്രായനാണെങ്കിലും അവൻ പാർത്തത് ഗലീലയിലാണ്. അവിടെയുള്ള പാവപ്പെട്ട മുക്കുവന്മാരുടെ അവൻ പ്രവർത്തിച്ചു. അവിടെ വെളിച്ചം പരന്നു. നോക്കവിടെ വായിക്കുന്നത്, അങ്ങനെ അവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അപ്പോൾ ഉണ്ടായ സംഭവം, നീ വർദ്ധിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. ഞാനിപ്പോൾ ഒരു പ്രവചനം പറയുകയാണ്. നമ്മുടെ മിഷ്ടി എവിടെ പോകണം? നമ്മൾ നസ്രത്തിൽ നിൽക്കരുത്, ബേത്ലഹേമിൽ നിൽക്കരുത്, യെരൂശലേമിൽ പോകരുത്. കൊണ്ട് പോകണം? സെബൂലൂൻ ദേശത്തിലേക്ക് പോകണം. നീ വർദ്ധിപ്പിച്ചില്ലാത്ത ജാതിയെ നീ ദൈവങ്ങളെ, ഹൈന്ദവർ മാത്രമുള്ള സഭകളുണ്ടാകണം. ഞങ്ങൾക്ക് സഭയുണ്ട്, അങ്ങനെ സഭയുണ്ട്. തൃക്കരിപ്പൂർ സഭയുണ്ട്. ഇപ്പോൾ ഒരു ബിൽഡിംഗ് ആയിട്ടുണ്ട്, മുഴുവനും ഹിന്ദുക്കളാണ്. ധർമ്മശാല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചർച്ചുണ്ട്. അത് മുത്തപ്പൻ ടെമ്പിളിൻ്റെ ഉള്ള ആൾക്കാർ വരുന്നത്, മുഴുവൻ ഹിന്ദുക്കളാണ് വരുന്നത്. ഹല്ലേലൂയ. ചില മുസ്ലിങ്ങൾ അറിയാൻ ഇടയെത്തിയിട്ടുണ്ട്. 5 വേള വിവാഹം നടത്തി കൊടുത്തിട്ടുണ്ട് മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ. ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണ് പ്രിയമുള്ളവർ. അവർ വെളിച്ചം കാണട്ടെ, അവർ വെളിച്ചം കാണട്ടെ, അവർ വെളിച്ചം കാണട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ചർച്ചയിൽ നിന്ന് അനേകം മിഷണറിമാരെ അയക്കട്ടെ. ഹല്ലേലൂയ. അന്ധകാരപൂർണ്ണമായ ഗ്രാമങ്ങളിലേക്ക് ഈ വെളിച്ചമായിട്ട് പോകാൻ അല്ലെ എഴുന്നേൽക്കട്ടെ. അന്ത്യോക്യ സഭ പാസ്റ്റർ എവി പറഞ്ഞത് സത്യമാണ്. അന്ത്യോക്യ പ്രാർത്ഥന ഒരു പകർപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് യേശുദൂതൻ കേൾക്കുമ്പോൾ അനേകർ പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. സഭ പറഞ്ഞയക്കണം. യേശു പോയതുപോലെ പോകണം. ജാതിയെ അവൻ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്ത് കാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നു. വല്ലതും മനസ്സിലായോ? എന്ത് സന്തോഷമാ? അപ്പം എന്തുണ്ടാകണം? ഒരു കൊയ്ത്തുണ്ടാകണം. ഹല്ലേലൂയ. അന്ധകാരദേശത്ത് വെളിച്ചമുണ്ടാകണം. ഈ നീളം വെളിച്ചം കാരണം ആ ഒന്നുമില്ലാത്ത ജനത്തെ നീ വർദ്ധിപ്പിക്കണം. മാത്രമല്ല അവിടെ എന്തുണ്ടാകണം? ഒരു കൊയ്ത്ത്, ആത്മാക്കളുടെ കൊയ്ത്തുണ്ടാകണം. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിദ്യാന്റെ നാളിലെ പോലെ നീ ഓടി. ദൈവജനത്തെ, പ്രിയമുള്ളവരെ, പാവപ്പെട്ട ആളുകളുടെ മേൽ നുകം വെച്ച് അവൻ ചുമലിൽ കോലിട്ട് ദണ്ഡിപ്പിക്കുന്ന അവന്റെ വടി, ആ നുകം എന്ത് ചെയ്യണം? മിദ്യാൻ നാളിനെ പോലെ ഒളിച്ച് കളയണം. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിച്ച ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചില നുഖങ്ങൾ ഒളിഞ്ഞു പോകട്ടെ. ചില ഹല്ലേലൂയ വടികൾ ഒളിഞ്ഞു പോകട്ടെ. ഇനി വരുന്നുണ്ട് അർത്ഥത്തിൽ അഭിഷേക ശക്തിയാൽ നുഖം ഒടിഞ്ഞു പോകും. ബിക്കോസ് ഓഫ് ദി അനോയിന്റിങ് എവരി യോക്ക് ഷാൽ ബി ബ്രോക്കൻ. ഇങ്ങനെ പോകുന്നുണ്ട്. യശയ്യാവ് ഇങ്ങനെ ഒഴുകി ഒഴുകി വരിക. ഇതൊന്നും വലിയ വെള്ളം പോലെ ഒഴുകുന്ന ഒരു വെളിപ്പാടാണിത്. ഇവിടെ വായിക്കുന്നത് നോക്കും, അടിക്കുന്നവന്റെ വടി, ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും പിന്നെ ചുമക്ക നുഖവും ഒടിച്ചു കളയണം. എന്നിട്ട് ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരുപ്പൊക്കെയും രക്തം പുരണ്ട വടിയും തടയും ഒക്കെയാണ് പോകുന്നുണ്ടല്ലോ. ഇന്ത്യ ഞങ്ങൾ വിടത്തില്ല, ഇന്ത്യ ഞങ്ങളുടെ രാജ്യമാണ്. എനിക്ക് വടിയൊന്നുമില്ല പറയാനായിട്ട്. അങ്ങനെ ചവിട്ടി നടക്കുന്നവന്റെ ഹല്ലേലൂയ, അവന്റെ ചെരിപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രം, അനേകരെ കൊന്ന രക്തം പറ്റിയിരിക്കുന്ന ശത്രുവിന്റെ ആ വസ്ത്രമുണ്ടല്ലോ. ഹല്ലേലൂയ. ചവിട്ടി ദൈവത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ശക്തിയുടെ ഹല്ലേലൂയ ഉടുപ്പും അവന്റെ വസ്ത്രവും ഒക്കെ പോലെ. ഞാൻ പ്രവചിച്ചു പറയുകയോ, ദൈവങ്ങളെ ധൈര്യമായിട്ട് നിൽക്കുക. നിങ്ങൾ നമ്മുടെ കർത്താവ് രാജാതി രാജനാ, അവൻ യുദ്ധവീരനായ യഹോവയാ. അവനെ നിൽക്കാൻ ഒരു ശക്തിയുമില്ല. എന്തൊരു വെളിപ്പാടാന്ന് നോക്കി. ഇമ്മാനുവേൽ. അതേ മൊത്തം അവസാനിപ്പിക്കാം. വായിച്ചേ. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരുപ്പൊക്കെയും ഒച്ചയായിട്ട് ചവിട്ടി നടക്കുക പല പല കാര്യങ്ങൾ തുരത്താനായിട്ട്. എന്നിട്ട് രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ രക്തം പുരണ്ട ചവിട്ടി അനേകരെ പാവപ്പെട്ട രക്തസാക്ഷികളാക്കി തീർത്ത അവന്റെ ഉടുപ്പും ഒക്കെ തീക്കിരയാക്കാൻ പോവാ. നോക്കിക്കേ, വായിച്ചടുത്ത വാക്യം. എന്താണ് കാരണം? ഇമ്മാനുവേൽ, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ഒരു ശിശു വന്നത് കൊണ്ട് ഒരുത്തനും ഇനി പ്രബലപ്പെടാൻ പോകുന്നില്ല. നീ ഓടിപ്പോണ്ട മക്കളെ. അല്ലെങ്കിൽ ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഒരു ശിശുവല്ല. ആരാണ് ആ ശിശു? ഒരു മകനാണ്. അവൻ ആരാണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, ദൈവമായിരുന്നു, അവൻ ഉളവായി ജഡമായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മകനാണ് അവൻ. എന്തിനു പറയേണ്ടത്? ഒരു ശിശുവായി പിറന്നവൻ. അവൻ ആരാണ്? മകൻ. ശിശു ജനിച്ചു, നൽകപ്പെട്ടിരിക്കുന്നു. പോലെ നിർത്തിക്കൂടെ? ഈ ആധിപത്യം ആരുടേതാ? നമുക്ക് പറഞ്ഞിട്ട് ഒന്ന് അംഗീകരിക്കാൻ പറ്റുന്നില്ലേ? ഞാൻ അപ്ലൈ ചെയ്യുന്നൊരു വ്യക്തിയാണ്, ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്ന മനുഷ്യനാണ്. ശത്രുവിന്റെ മുമ്പിൽ പേടിക്കേണ്ട കാര്യമില്ല. ആധിപത്യം ഇംഗ്ലീഷിൽ അങ്ങനെ കൊടുത്തിരിക്കുന്ന അറിയാമോ?
The government will be upon his shoulder. The government, ഞാൻ ഉദ്ദേശിക്കുന്ന വോട്ട് ചെയ്ത ഗവൺമെന്റ് അല്ല, ആധ്യാത്മിക ലോകത്തെ അധികാരം എന്റെ കർത്താവിന്റെ കയ്യിലാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം അവൻ നൽകപ്പെട്ടിരിക്കുന്നു. മരണത്തിന്റെയും കയ്യിലുണ്ട്. നീ വലത്ത ഭാഗത്തിരിക്കുക, അതിന്റെ ചെങ്കോല ഹോദിട്ടിരിക്കുക, നീ വാഴുക. റെയിൻ ഓവർ യുവർ എനിമീസ്. നമ്മുടെ സേനാ ഈ ദിവസം നമ്മുടെ സഹപടന്മാരാ പ്രിയമുള്ളവരെ. അവിടെ വായിക്കുന്നത് എന്താണെന്നറിയാമോ? ആ മകനെ ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകയില്ല. Of the increase of his government and peace there will be no end. Upon the throne of David and over his kingdom, to order it and establish it with judgment and justice from that time on forward, even forever. The zeal of the Lord of hosts will perform this. Hallelujah. ദൈവത്തിന്റെ എരിവുണ്ടല്ലോ, അത് നിവർത്തിക്കാൻ വേണ്ടി പങ്കെടുക്കാൻ ഞാൻ അവസാനിപ്പിക്കുക. ഹല്ലേലൂയ. ഒത്തിരി പറയാനുണ്ട്. ഇനി 11 വരുമ്പോഴേക്കും കർത്താവിൻ്റെ അഭിഷേകത്തിൽ പറയുകയാണ്. 7 വിധത്തിലുള്ള ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ സഹസ്രാബ്ദ വാഴ്ച പറയുന്നുണ്ട്. മൃഗവും പുള്ളിപ്പുലിയും കുഞ്ഞാടും ഒക്കെ വീഴുന്ന കാര്യം, കൊച്ചുങ്ങൾ സർപ്പത്തിൻ്റെ പൊത്തിൽ കയറുന്ന കാര്യം. ഇനി 11 വരുമ്പോൾ സാത്താൻ്റെ പതനം. എടാ സാത്താൻ്റെ പതനം ഒന്ന് വായിച്ച് രസമുണ്ട് കേൾക്കാനായിട്ട്. 11 ഒന്ന് വരാമോ? 14 അധ്യായത്തിൻ്റെ 10 വാക്യം ഒന്ന് വായിച്ച്. 14:10. നിന്നോട് നീയും ഞങ്ങളെ പോലെ ബലഹീനനായോ? നമ്മുടെ ലൂസിഫർ ഉണ്ടല്ലോ, അവസാനം നരകത്തിൽ ചെല്ലുന്ന അവിടുത്തെ ആൾക്കാരും കൂടെ എഴുന്നേൽക്കും. അവർ പറയാടാ, നീ നിനക്ക് ഇത് കയറി പറ്റിപ്പോയോ? നീ ഇങ്ങനെ വന്ന എങ്ങനെയാ? ആഹാ, വെൽക്കം വെൽക്കം വെൽക്കം. ആ വായിച്ചേ. നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നുവോ എന്ന് പറയും. നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങി എല്ലാം പോയടാ, പോയി. നിനക്ക് നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു, കൃമികൾ നിനക്ക് എടാ ഓടി വാടാ, നിനക്ക് സ്പെഷ്യൽ റൂമുണ്ട്. 1-ാം തരം പുഴുക്കടക്കയും പിന്നെ കൃമി പുതപ്പും നിനക്കുണ്ട്. നീ വലിയ പുള്ളിയല്ലായിരുന്നോ? നീ ലോകത്തെ വിറപ്പിച്ചവനാണ് എന്ന് വായിച്ചു നോക്കാൻ രസമാണ്, ചിരിക്കാൻ തോന്നുന്നു. നീ ലോകത്തെ വിറപ്പിച്ച ഈ ലൂസിഫർ അവസാനം നരകത്തിൽ നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം, നീ ഇവിടെ വന്നല്ലോ, ഇവിടെ എങ്ങനെ വന്നു? നീ ഇതാ നിന്റെ റൂം. എന്താണ്? കൃമിയും പുഴുക്കളെ കണ്ടും കൃമിയുടെ പുതപ്പുവാ. ഇതൊക്കെ വായിച്ചാൽ നമുക്ക് ധൈര്യം വരുന്നില്ലേ പ്രിയമുള്ളവരെ? ശത്രുവിനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഹല്ലേലൂയ. ഒന്ന് ആത്മാവിൽ ഉല്ലസിച്ച് സന്തോഷിച്ചാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഇനി 53 വരണം. യെശയ്യാ 53. അത് പറഞ്ഞാൽ വിഷയം തീരും. ദൈവത്തിൻ്റെ ഹൃദയം വായിക്കണ്ട, നിങ്ങൾക്കറിയാം, കർത്തൃശിക്ക് വായിക്കുന്ന നമ്മുടെ ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിള്ള നമുക്ക്. 1-ാമത്തെ എന്താ പറയുന്നത്? ഇനി അടിച്ചിട്ട് കാര്യമില്ല, അടിക്കാൻ ഇനി ഒരു സ്ഥലം പോലും ഇല്ല, മുഴുവൻ അടിച്ച് പഴുപ്പും പ്രണവാ. ഞാനൊരു പ്ലാൻ തയ്യാറാക്കി. എൻ്റെ മോൻ ജനിക്കും, അവൻ ഭൂമിയിൽ വാഴും, പക്ഷെ അതിനു മുമ്പ് ഞാൻ അവനെ തകർക്കും. അവനെ തകർക്കാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ഞാൻ തകർക്കപ്പെട്ട സ്ഥാനത്ത്, അതാണ് പെസഹ. നാളെ പെസഹയാണ്, മറ്റന്നാൾ ദുഃഖവെള്ളിയാഴ്ചയാണ്. അവനെ തകർക്കാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എൻ്റെ അടി അവൻ്റെ മേലായി, എൻ്റെ സമാധാന ശിക്ഷ അവൻ നമ്മുടെ അതിക്രമത്തെ മുറിവേറ്റും തകർന്നു വിരിക്കുന്നു. അവൻ തകർക്കാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ഇനി നമ്മളെ അടിക്കുന്നില്ല, നമുക്കിവിടെ അവൻ അടികൊണ്ടു, നമുക്കിവിടെ തകർക്കപ്പെട്ടു. ആരിത് വിചാരിച്ചു? അതിക്രമൊക്കെ വഴിയുടെ നിന്നുകൊണ്ട് അവൻ പ്രാണൻ ഒഴുക്കിക്കളഞ്ഞു. ദൈവഹൃദയത്തിൻ്റെ ആ മനോഹാരം മനസ്സിലാക്കണം. നമ്മുടെ കർത്താവിനെ നമുക്ക് രക്ഷകനെ തരാൻ വേണ്ടി, രാജ്യം തരാൻ വേണ്ടി, നമ്മൾ പാപം നൽകാൻ വേണ്ടി അവൻ നമുക്ക് വേണ്ടി തകർത്ത ദൈവത്തിൻ്റെ സ്നേഹമാണിത്. ഈ ചിന്തയാണ് 6-ാമത്തിൽ കാണുന്നത്. ദൈവം ചിന്തിച്ചു, എന്താണ് എൻ്റെ രക്ഷണീയ പരിപാടി? ഇത് പറയാൻ ആരെങ്കിലും കിട്ടുമോ? ഒത്തിരി കിട്ടി. ഇനി പറയാൻ പറഞ്ഞു. യെശയ്യാ അങ്ങ് പറഞ്ഞിട്ട് കൊടുത്തു എല്ലാം. അവന് ജനനം മുതലേക്ക് പറഞ്ഞു, ഇനി ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. എന്ന് നിൽക്കാൻ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ പഴുത്തളിഞ്ഞ, ഇനി വേറെ വാക്കുകൾ പറയാനുണ്ട്. ഈ മുന്തിരിത്തോട്ടത്തിൽ വേറെ പാട്ട് പാടുന്നുണ്ട്. ആ പാട്ട് ഒന്ന് പാടിക്കോ നോക്കിക്കേ. ദയവായിട്ട് 27-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. 27:2 മുതൽ. അന്ന് നിങ്ങൾ മനോഹരമായൊരു മുന്തിരിത്തോട്ടത്തെ പറ്റി പാട്ട് പാടി. ആദ്യത്തെ പാട്ട് മുഴുവൻ പാളിപ്പോയി. നല്ല വിത്ത്, നല്ല സ്ഥലം, നല്ല പരിചരണം എല്ലാം കിട്ടി, ഒന്നും ഗുണമുണ്ടായില്ല. ഇനിയും നോക്കിയേ, മനോഹരമായൊരു പാട്ട് പാടും. അത് ഫലവത്തായ ഒരു മുന്തിരിയാണ്. യഹോവയായി ഞാൻ അതിനെ സൂക്ഷിക്കും. ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും. ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും. ഇതാണ് റിഡംഷൻ എന്ന് പറയുന്നത്.
കമ്പയർ ചെയ്യണം. ഒരു ഭാഗത്ത് അടിക്കാൻ കഴിയാതെ വെള്ളം തകർന്നു പോയ ഒരു സമൂഹത്തിൽ കർത്താവ് അടികൊണ്ട് നമ്മളെ രക്ഷിച്ചു. ഒരിക്കലും ഫലം കൊടുക്കാത്ത തോട്ടം മാറ്റി എന്ത് ചെയ്ത് മനോഹരം ഫലം ഉണ്ടാക്കുന്ന തോട്ടമാക്കി. ദൈവം തന്നെ അതിനെ എന്ത് ചെയ്യുന്നു? സൂക്ഷിക്കുന്നു, നനയ്ക്കുന്നു. ഇനി നമുക്ക് നോക്കാം 49-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. 49-13. ആകാശമേ ഘോഷിച്ചുല്ലസിക്കുക. ഒന്നിനെന്താ പറഞ്ഞത്? ആകാശമേ കേൾക്ക, ഭൂമിയെ അയ്യോ എൻ്റെ ആകാശമേ, ഭൂമിയിൽ ഒറ്റ മനുഷ്യൻ മുറി കേൾക്കുന്നത്. നീ എങ്ങനെ കേൾക്ക്? ഭൂമിയെ കേൾക്ക്. ഞാൻ മക്കളെ പോറ്റി ആ മുറി കേൾക്കുന്നില്ല. ഇപ്പൊ മാറി. ആകാശമേ ഘോഷിച്ചുല്ലസിക്ക, ഭൂമിയെ ആനന്ദിക്ക, പർവ്വതങ്ങളെ പൊട്ടിയാർക്കുക. ഹല്ലേലൂയ. മതിയല്ലോ, പ്രാർത്ഥിക്കുക. എഴുന്നേൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം എരിവാൻ, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം എരിവാൻ മനുഷ്യ എന്തോ നന്മ കണ്ടു നീ രക്ഷകരാ മനുഷ്യ